ഇവിടെയുള്ള ദൈവസഭയിൽ വരുവാൻ മുഖാന്തരമായി തീർന്നത് ബേസിക് ബ്രദറാണ്. മീഡിയ ദൈവസഭയുടെ പ്രാരംഭകാലം മുതൽ തന്നെ വളരെ അനുഗ്രഹീതമായ നിലയിൽ പ്രിയ വാസുകിയെ തപ്പി അവരോടുകൂടെ ചേർന്ന് 60കളിൽ മുതൽ കൂട്ടായ്മ ആചരിച്ച ചിറ്റയുടെ കുടുംബത്തിലെ ഏറ്റവും അനുഗ്രഹീതനായ ആചാര്യ നഗരാണ് ബേസില്. ഞാനും ബേസിലും ഒക്കെ ആയിട്ടുള്ള ആത്മീയ ബന്ധത്തിന് 40-ലധികം വർഷത്തെ ആഴമായ പഴക്കവും ബന്ധവുമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ന്യൂജ ദേവസഭയുടെ ഓഫീസ് സംവിധാനത്തിൽ ചില ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വളരെ പ്രിയനായിരിക്കുന്ന കുടുംബവും പ്രിയപ്പെട്ടവരും കുഞ്ഞുങ്ങളും ഒക്കെ അവരോട് ചേർന്ന് അവരാരാധിക്കുന്ന ഈ സഭയിൽ വരുവാൻ ദൈവം ഇടയാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ UK വരുവാൻ കാരണമായി തീർന്നത് എൻ്റെ മകൻ വിവാഹ ശേഷം ലണ്ടനടുത്ത് സ്ലൗവിൽ താമസിക്കുകയും അവരവിടെ ജോലി ചെയ്യുകയും ചെയ്യുന്നു. അവനൊരു കുഞ്ഞ് ഉണ്ടായി. വളരെ കൊച്ചു പൈതലാണ്, 1 വയസ്സ് ആയതേ. അപ്പോൾ കുറച്ച് നാൾ ഞങ്ങളുടെ ഒരു സഹായം അവർക്ക് ആവശ്യം കൂടെ ആയതുകൊണ്ട് അങ്ങനെയാണല്ലോ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ആ ഘട്ടം കഴിഞ്ഞവർക്കൊക്കെ അതിന് സ്തോത്രം ചെയ്യുകയാണ്. ആ ഘട്ടങ്ങളിൽ കടന്നു പോകുന്നവരെ ഒരു പ്രാവശ്യം പറഞ്ഞേച്ച് പറയും ഇനിയും വേദന ഞാൻ അങ്ങോട്ട് ഇല്ലെന്നൊക്കെ പറയും. ദൈവത്തിന് സ്തോത്രം. എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. മോള് വിവാഹിതയായിട്ട് അവള് ഓസ്ട്രേലിയയിൽ പാർക്കുകയാണ്. അവിടെ ഞങ്ങൾ ഇതേപോലെയുള്ള ആ സാഹചര്യത്തിൽ കൂടെ പല പ്രാവശ്യം കടന്നു പോയിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. പക്ഷെ അതൊക്കെ ഒരു കടപ്പാടും ഉത്തരവാദിത്വവും ഒക്കെ ആയിട്ട് ഏറെ ജോലിയൊന്നും ഇല്ലാത്തവർക്കൊരു കുഴപ്പമൊന്നുമില്ല. ഉത്തരവാദിത്വം താമസം മതി. എന്നാൽ ഞങ്ങളെ ദൈവം കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. മീഡിയ ദേവസഭയുടെ പ്രസിഡന്റായിരുന്ന വാസുകിയെ തമ്പി തൻ്റെ സഹധർമ്മിണിയൊക്കെ നിത്യതയിൽ ചേർക്കപ്പെട്ടതിന് ശേഷം സഭയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളിലേക്ക് ഞങ്ങളിൽ ചിലരെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടുന്ന് ഇത്രയും ദിവസങ്ങൾ മാറി നിൽക്കുന്നതൊക്കെ വാസ്തവത്തിൽ ചിന്തിക്കാൻ ഒക്കുന്ന കാര്യങ്ങളല്ല. എന്നാൽ ഇതൊരു നമ്മുടെ ഒരു ദൗത്യമായതുകൊണ്ട് അങ്ങനെ വരുവാനിടയായിട്ട് ഞാൻ ചുരുക്കമായിട്ട് എനിക്ക് സമയം പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ജോൺ മാത്യു ദൈവാസൻ ജോൺ മാത്യുവിനും കുടുംബത്തിനും ഇവിടെയുള്ള ദൈവസഭയ്ക്ക് പ്രത്യേകാല ഞാൻ വന്ദനം അറിയിക്കുകയും എനിക്കിങ്ങനെ അവസരം ഒരുക്കി തരുവാൻ ഇടയായതിനായിട്ട് നന്ദി പറയുകയും ചെയ്യുന്നു. ഞാൻ പ്രത്യേകിച്ച് അജണ്ടയും കൊണ്ടൊന്നും അല്ല ഞാൻ വന്നിട്ടുള്ളത്. പലരും പറയുന്നത് പോലെയുള്ള വിഷയങ്ങളൊന്നും നിരത്താൻ എനിക്കില്ല. ന്യായമായ ജീവിത സൗകര്യങ്ങളെല്ലാം ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഉത്തരവാദിത്തങ്ങളിൽ പല കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ സ്വന്തം അത് ദൈവം ചെയ്തുള്ളൂ. കർത്താവ് ഓർത്ത് വർത്തിക്കുന്നു. ഞാൻ കല്ലിശ്ശേരിക്കടുത്ത് ഓതറ എന്ന് പറയുന്ന സ്ഥലത്താണ് ജന്മസ്ഥലം. അവിടെ നിന്ന് എൻ്റെ 5ാമത്തെ വയസ്സിൽ പിതാവിൻ്റെ ജോലിയോടുള്ളവർ, എൻ്റെ പിതാവും പിതാവിൻ്റെ ജ്യേഷ്ഠന്മാരും ഒക്കെ പള്ളിവാസൽ പവർ ഹൗസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടെ ജോലിയോടുള്ള ബന്ധത്തിൽ പോയി. അങ്ങനെ ഈ നാട്ടിൽ നിന്ന് കുറേയേറെ ആളുകൾ അവരോടുകൂടെ എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠനെ വിളിക്കുന്ന ഗോത്ര പിതാവെന്ന് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ കിടന്നവരെ എല്ലാം ഇവിടെ വട്ട് കളിച്ച് നടക്കുക വാടാങ്ങോട്ടെന്ന് പറഞ്ഞ് വന്നുവെച്ചാൽ പുള്ളിയാണ് പിന്നെ ഓരോ സ്ഥലം ചൂട്ടുക, നീ ആ കച്ചുവിൻ്റെ അതൊക്കെ വെട്ടിയെടുക്കും എന്ന് പറഞ്ഞ് ഒരു സർക്കാരിനോട് ചോദിക്കാനായിട്ട് അന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലല്ലോ. ആട് വിട്ട് തെളിക്കുക, താമസിക്കുക. അങ്ങനെ വലിയ രാജാക്കന്മാരായി തന്ന സനാഢ്യന്മാരായി തന്ന ആളുകൾ ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ടവരൊക്കെ ഉണ്ട്. എന്നാൽ ഇവരൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ടൊക്കെ ജോലി ചെയ്തതുകൊണ്ട് ഞങ്ങളൊക്കെ ആ പരിമിതമായ സാഹചര്യത്തിൽ അങ്ങനെ വളരുകയുണ്ടായി. ഞങ്ങൾ വസതി ഞങ്ങളുടെ ഇടവപ്പള്ളി മൂന്നാർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചാണ്. അവിടെ പോവുകയും വരികയും ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വണ്ടി സൗകര്യങ്ങളില്ല. 10 കിലോമീറ്ററോളം വേണം പോകാൻ. ഇപ്പം ആ സ്ഥലങ്ങളൊക്കെ ചെന്നാൽ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടല്ലോ, അത് ഇവിടെയാണ് എന്ന് പറയത്തക്ക നിലയിൽ അതുപോലെ ഉള്ള ഒരു സാഹചര്യമായിട്ട് ഞങ്ങളുടെ ചർച്ചിന് വേണ്ടിയിട്ട് 1/2 ഏക്കർ സ്ഥലമാണ് അന്ന് വാങ്ങിച്ചത്. പട്ടയവും ഇല്ല, ഒന്നുമില്ല, കടലാസും ഇല്ല. പക്ഷേ പിൽക്കാലത്ത് പട്ടയം ലഭിച്ചു. അതിൻ്റെ അകത്തുനിന്ന് 15 സെൻറ്റ് വിറ്റപ്പോൾ ലക്ഷങ്ങളാണ് കിട്ടിയത്. ആയിരത്തിലെ 2 സഭകൾക്ക് അത് പ്രയോജനപ്പെടുകയും ചെയ്തു പിൽക്കാലം. അതുപോലെ ഇതിൻ്റെ ഓണം കയറാൻ പോലെ ആയിരുന്ന നമ്മുടെ സഭാ ഹോളിൻ്റെ തൊട്ടടുത്ത് 5 സ്റ്റാർ ഹോട്ടൽ വന്നെന്ന് പറഞ്ഞാൽ ഇത് യഹോവയാൽ സംഭവിച്ചു
നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു, അത്ഭുതകരമായ എന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യർക്ക് നടക്കുന്നവർക്കല്ല, വണ്ടി ടൂറിസ്റ്റുകളെ കൊണ്ട് ആ നിലവിൽ ഞാൻ അവിടെയാണ് വിദ്യാഭ്യാസമെല്ലാം നടത്തിയതും ഒക്കെ. അങ്ങനെ ഇരിക്കെ 1982 ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. അത്രയും അതിന് മുമ്പ് വന്നിട്ടുള്ളവരുടെ ഉണ്ടെന്ന് എനിക്കറിയാം. അവരൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അമ്മയുടെ ഒരു ജ്യേഷ്ഠത്തിൻ്റെ മകൻ ഉദ്ദേശിച്ച ഈ മീഡിയ ദിവസഭയിലെ ശുശ്രൂഷ അദ്ദേഹത്തിനൊരു ദൈവിക ദർശനം ഉണ്ടായിട്ട് ഞങ്ങളെ സന്ദർശിക്കാനായിട്ട് അവിടെ വന്നു. അദ്ദേഹം മുൻകാലങ്ങളിൽ സന്ദർശിക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും പുള്ളിക്ക് ആസ്മയുടെ പ്രയാസമുള്ള ഒരു ആൾ. അതിൽ നിന്ന് പുള്ളി വിടുതൽ പ്രാപിച്ചാണ് ഈ രക്ഷയിലേക്ക് വന്നത്. ഇവിടുത്തെ തണുപ്പടിച്ചാൽ ചത്തുപോകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ പെന്തക്കോസ്തിനോടുള്ള വിരോധം കൊണ്ട് വരുത്താതിരിക്കുകയാണ്. ഒരു പുള്ളി അങ്ങ് വന്നു. ദൈവത്തിൻ്റെ സമയത്ത് ആരെയും നടക്കാൻ ദൈവത്തിന് ആ മനുഷ്യന് സാധ്യമല്ല. യുവചാരിപ്പോൾ എന്തിനാ വന്നത് എന്ന് ചോദിച്ച് ഞങ്ങൾ ദൈവം എന്നോട് പറഞ്ഞിട്ടാണ് വന്നത്. അന്ന് വൈകിട്ട് ഒരു കൂട്ടായ്മ നടത്തണമെന്നാണ് പുള്ളി പറയുന്നത്. കാര്യം പള്ളിക്കാരാണെങ്കിലും പള്ളിയുമായിട്ടൊന്നും വലിയ അഭേദ്യമായ ബന്ധമൊന്നും ഇല്ല. പോകും വരും എന്നൊക്കെ ഉള്ളതല്ല. തപ്പിയാൽ വരും. അദ്ദേഹത്തിന് അന്നത്തെ കണക്കനുസരിച്ചുള്ള 2 5 പിരിവ് കൊടുക്കും. പള്ളിയുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ. എന്നാൽ അവിടുത്തെ യോഗങ്ങൾ തീ പടരുന്ന യോഗങ്ങളായിട്ടാണ് മാറി. ദൈവത്തിൻ്റെ സമയം അതിന് മുഖാന്തരമായി തീർന്നത് തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഥേൽ ആശ്രമം. ചിലപ്പോഴൊക്കെ കേരളത്തിലുള്ളവർക്കറിയാം. അവിടെ CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വിശ്വാസത്തിന് വേണ്ടി സുവിശേഷത്തിലേക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച വിവാഹം കഴിക്കാത്ത പ്രായമുള്ള അമ്മച്ചിമാർ, തേജസ്സുള്ള അമ്മച്ചിമാർ, അവർ പിന്നെ വന്ന് മൂന്നാറിൽ താമസിച്ച് പരിസര പ്രദേശങ്ങളിൽ സുവിശേഷം അറിയിക്കും. അപ്പോൾ പള്ളിയുമായിട്ടൊന്നും അധികം ബന്ധമില്ലാത്ത ആളുകളെല്ലാം വിളിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ്. അവരെയൊക്കെ വീടുകളിൽ ചെന്ന് എല്ലാവരും കയറ്റത്തില്ല. പക്ഷേ ഞങ്ങളുടെ വീടുകളിൽ കയറ്റി ഉച്ച കഴിഞ്ഞ് ഞായറാഴ്ച ഒരു കൂട്ടായ്മ മിക്കവാറും മാസത്തിൽ 2 പ്രാവശ്യം ചെയ്ത് ഓരോ വീടുകളിലൊക്കെ വെക്കുകയൊക്കെ ചെയ്യും. അവർക്കറിയാവുന്നതൊക്കെ പറഞ്ഞു തരും. അവർ സ്നാനപ്പെട്ടവരുമാണ്. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് അന്യഭാഷ കേൾക്കുന്നത്. അന്യഭാഷ എന്ന് മാത്രമല്ല, അന്യഭാഷയുടെ വ്യാഖ്യാനവും കേട്ടത് അവിടെ വെച്ചാണ്. പെന്തക്കോസ്തിലൊക്കെ വരുന്നതിന് മുമ്പ്. പെന്തക്കോസ്ത് വന്നിട്ട് കുറേ അതൊന്നും കേൾക്കാനിടയായിട്ടില്ല. ഇപ്പം അന്യഭാഷ തീർത്തും കുറഞ്ഞ് വന്നിട്ടുണ്ട്. KM സുഭാഷ് പറഞ്ഞതുപോലെ ഞാൻ ബ്രദറുകാരനെ അവിടെ സഭയിൽ കൂടെ പോയിട്ട് അവിടെ ഒരു പെന്തക്കോസ്തുകാരനെ പോലും കണ്ടില്ല. പക്ഷേ പെന്തക്കോസ്തുകാരുടെ അതിലൂടെ പോയപ്പോൾ ഇഷ്ടംപോലെ ബ്രദറുകാരെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കൃപാവരങ്ങൾ ഉണ്ടെന്ന് വിശ്വാസമുണ്ടെങ്കിലും അതിനകത്തൊന്നും വലിയ കാര്യമില്ല എന്നിപ്പം നമ്മൾ തന്നെ പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഓർക്കണം, ഇത് പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. പരിശുദ്ധാത്മാവാണ് സഭയെ തമ്പുരാന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാനോ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാനോ നമുക്ക് അവകാശം ഇല്ല. ചിലരൊക്കെ ചില ചേഷ്ടകളൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കും. അവരുടെ ജീവിതത്തിൻ്റെ വചനവുമായിട്ട് ബന്ധമില്ലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു റാൻഡം ബേസിൽ അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തുവാൻ പാടില്ല. അതല്ല, വ്യക്തിപരമായിട്ട് ആത്മശക്തി പ്രാപിക്കണം, കർത്താവിനോട് സംസാരിക്കണം, കൃപാവരങ്ങൾ ജ്വലിപ്പിക്കപ്പെടണം. അവൻ ഉൽപ്രാപണത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുന്ന ആ ശക്തി, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആത്മാവെന്ന്, അതേ ആത്മാവ് നമ്മുടെ മർത്യ ശരീരങ്ങളെയും ഉയർപ്പിക്കും. ആ ആത്മാവാണ് ഉയർപ്പിക്കുന്നത്. സ്തോത്രം. കല്ലറകളിൽ കിടക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അന്ന് എല്ലാവരും എഴുന്നേൽക്കത്തില്ല. ക്രിസ്തുവിൽ മരിച്ചവർ മാത്രം ഉയർന്നെഴുന്നേൽക്കുക. അപ്പൊ നമ്മൾ പുതിയ നിയമ വിശ്വാസികൾ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണെന്നറിയാമോ? കാര്യം പഴയ നിയമത്തിലെ പുള്ളികൾ ആരും യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ അവർ പാതാള പർദീസയിൽ വിശ്രമിച്ചുകൊണ്ട് കിടക്കുക. അവർക്കൊരു വീണ്ടെടുപ്പ് ഉണ്ടായിട്ടേ ഇല്ല പഴയ നിയമത്തിലെ ഒരു വിശുദ്ധൻ. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റ സമയത്ത് അതിന് മുമ്പ് ആ 3 ദിവസത്തിനുള്ളിൽ നടന്ന സംഭവം നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. അവൻ പാതാള പർദീസയിൽ ഇറങ്ങി അവിടെ വിശുദ്ധന്മാരുടെ ആത്മാക്കളുമായിട്ട് ഉയരത്തിലേക്ക് കയറിപ്പോയി. അതിനുശേഷമാണ് അവര് പിന്നെ ആ സ്വർഗരാജ്യം എന്നുള്ള നിലവാരത്തിലേക്ക് എത്തുവാൻ ഇടയായി തീർന്നിട്ടുള്ളത്. അതൊക്കെ ഒരു പിന്നെ ദീർഘമായ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ആ സിസ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് വിത്ത് വിതച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ആ വിത്താണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവദാസൻ വന്നപ്പോൾ നല്ല കൊയ്ത്തൊരു പാലത്തിൽ കിടക്കുകയാണെന്ന് മനസ്സിലായി. കമ്പിയില്ല. അന്ന് ഫോൺ വിളിച്ചായിരിക്കും പറഞ്ഞത്. അമ്മച്ചാനോട് പറഞ്ഞു, അമ്മച്ചാ ഇവിടെ പാടം വിളഞ്ഞ് കിടക്കുകയാണ്, ഈ പോരാൻ പറഞ്ഞു. അദ്ദേഹം ആക്കാലത്തുണ്ടായിരുന്ന ഒരു മറ്റഡോർ വാനും കുറേ പാട്ടുകാരും ചുറ്റിയൊക്കെ ആയിട്ട് നേരെ പിന്നെ ഹൈറേഞ്ചിലെ ആ ദേശത്തിലേക്ക് വരികയാണ്.
ദിവസങ്ങളോളം അവിടെ യോഗങ്ങൾ നടത്തി, വീടുകളിൽ കൂട്ടായ്മകൾ നടത്തി, സത്യത്തെക്കുറിച്ച് ബോധമാണ്. പഴയ നിയമ ആരാധനയും പുതിയ നിയമ ആരാധനയും തമ്മിലുള്ള വ്യത്യാസം, പഴയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവം, പുതിയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവം, നിഴൽ പൊരുൾ ബന്ധങ്ങൾ, അവിടുത്തെ കർമാചാരങ്ങൾ, ഇവിടുത്തെ കൃപയാലുള്ള വിശ്വാസത്താലുള്ള നീതീകരണം, ഇതെല്ലാം പഠിപ്പിച്ച് കാര്യം ബോധ്യപ്പെട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇനിയും പള്ളിയിലോട്ട് പോകണ്ട. സാധാരണ പള്ളി വിശ്വാസത്തിൽ പോകുന്നവരെ മുടക്കുകയാണെങ്കിൽ ഞങ്ങൾ വാസ്തവത്തിൽ പള്ളിയെ മുടക്കുകയാണ്. സത്യം പറയാം, അങ്ങോട്ട് എഴുതി കൊടുത്തു, ഇനി മുതൽ നിങ്ങളുടെ ആത്മീയ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് കുറച്ചുകൂടെ സുവിശേഷത്തിന്റെ സത്യങ്ങൾ ഗ്രഹിച്ചു. അപ്പോഴത്തേനും അച്ഛനൊക്കെ പേരും എല്ലാം കൂടെ തടപടം ചെയ്തിട്ട് ഓടി വന്നു. അതുവരെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിലൊന്നും വന്നിട്ടൊന്നുമില്ല. കാര്യം പുള്ളിക്ക് വേറെ വല്ല വഴി എങ്ങനെ ഈ ബുദ്ധിമുട്ട് വരും. പക്ഷേ പിന്നെ വന്ന് പരിശ്രമിച്ചു നോക്കും. പക്ഷെ അപ്പോഴത്തേനും ഞങ്ങൾ വേറെ കുറച്ച് 27 പേർ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഞങ്ങളെ കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാൻ. അത് നിസ്സാരമായ കാര്യമല്ല. അതിനോട് ചേർന്ന് ഏകദേശം 80-ലധികം പേര് പല മേഖലകളിലൂടെ അവിശ്വാസത്തിലൂടെ കഴിയാത്തത്. അങ്ങനെ 82 മുതൽ ഈ ശുശ്രൂഷകളോട് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചങ്ങനാശ്ശേരിയിലേക്ക് വരികയും അവിടെ പാർക്കി അത് വരികയും ചെയ്തു. എനിക്ക് പ്രധാനമായിട്ടും ദൈവവിളിയെ ബോധ്യപ്പെടുത്തിയ പല സംഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യം നടന്ന സംഭവം, ഞാൻ സഭയുടെ ഒരു കാറുമായിട്ട് അവിടെ സഭയ്ക്കൊരു ബോട്ടുണ്ട് കുട്ടനാട്ടിലെ സുവിശേഷ പ്രവർത്തനത്തിൽ, അവിടെ ഡീസൽ കൊടുത്തിട്ട് ഞാൻ മടങ്ങി വരുന്നത്. അന്നത്തെ കാലത്ത് എല്ലാ ജോലിയും ഞങ്ങൾ ചെയ്യണം. കൺവെൻഷന് അന്നൊക്കെ ബാനർ മരത്തെ വലിച്ചു കെട്ടണം, പോസ്റ്റർ കൊണ്ട് ഒട്ടിക്കണം, സ്റ്റേജിലെ പരിപാടികൾ നടത്തണം. ആ കാര്യങ്ങൾ അങ്ങനെയാണ്. വണ്ടി ഓടിക്കണം, പിന്നെ വേറെ എന്തെല്ലാം ചെയ്യണം അതെല്ലാം ചെയ്തേ പറ്റത്തുള്ളൂ. അതിന് വേറെ വലിപ്പ ചെറുപ്പം അവിടെ ഇല്ല. അതിന് പ്രത്യേകിച്ച് ആളെ ഈ ഈവന്റ് മാനേജ്മെൻറ്റുകാരൊന്നും അവിടെ ഒന്നുമില്ല. നമ്മൾ ഒക്കെ തന്നെ ഇതെല്ലാം ചെയ്യും. അപ്പം ഞാൻ അത് കൊടുത്തിട്ട് മടങ്ങി വരുമ്പോൾ ഈ വണ്ടി 78 മോഡൽ അംബാസഡർ കാർ, അതിൻ്റെ ഹബ്ബ് ഒടിഞ്ഞിട്ട് അതിൻ്റെ വീൽ വേർപെട്ടു പോയി. അത് കിടങ്ങറ ആറ്റിലേക്ക് മുങ്ങി. ഞാനും വണ്ടിയുമായിട്ട് കിടങ്ങറായി മുങ്ങിത്താണ്. അതോടുകൂടി എൻ്റെ ജീവിതം അവസാനിക്കുകയാണെന്നാണ് എല്ലാവരും ധരിച്ചത്. ഞാൻ 2 പ്രാവശ്യം വെള്ളം കുടിച്ചു. മൂന്നാമത്തെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ 3 പ്രാവശ്യം ആകുമ്പോൾ പിന്നെ കുടിക്കേണ്ടി വരികയായിരുന്നാണ് പൊതുവെ ഒരു പറച്ചിലുള്ളത്. എന്നെ ദൈവം തമ്പുരാൻ അതിനകത്ത് ഈ ഫ്രണ്ടിലത്തെ ഒരു സൈഡ് ഗ്ലാസ് താഴ്ന്നു കിടന്നുകൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ കഴിവ് എൻ്റെ ബലം കൊണ്ടൊന്നുമല്ല, മരണപ്രാളം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേര് മരണപ്രാളം അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്താണേലും ഒരു ദൂത് അതിനോടനുബന്ധിച്ച് ഞാൻ പറയാം, ദൈവം തമ്പുരാൻ്റെ സമയമാകാതെ അറിയാതെ. കാരണം മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ അവൻ കീഴ്പ്പെടുത്തി. അതുകൊണ്ട് ഇനി ഒരാൾ മരിക്കണോ വേണ്ടോ എന്നുള്ളത് ദൈവമാണ് ഇതിന് തീരുമാനിക്കുന്നത്, സമയം തീരുമാനിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ സമയം എത്തുന്നതിന് മുമ്പ് നിങ്ങൾ വെള്ളത്തിൽ മുങ്ങിയാലും കൊള്ളാം, വണ്ടി ഇടിച്ച് 4 കഷ്ണമായെന്ന് പറഞ്ഞാലും കൊള്ളാം, നിങ്ങൾ ഏത് മാരക രോഗം വന്ന് അമ്മ ഇനിയും പെട്ടി കൂട്ടിക്കോ എന്ന് പറഞ്ഞാലും നിങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. ദൈവം അനുവദിക്കാതെ അത് സാധ്യമാകുകയില്ല. മരണഭീതിയെ മാറ്റുന്ന ദൈവത്തിന്റെ കരമുയർത്തി സ്തോത്രം ചെയ്യാൻ ജീവിച്ചിരുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ഈ പദവി ആർക്ക് കിട്ടും? ഇവിടുത്തെ ഒരെണ്ണത്തിന് ഇതിനെ കുറിച്ച് അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമുക്ക് ദൈവത്തിൽ നിന്ന് പറയാം, നിങ്ങൾ ജീവിച്ചിരുന്ന കർത്താവിനെ വിശ്വസിച്ചാൽ നിങ്ങൾ മരിച്ചാലും ജീവിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ ലോകത്തിലെ ചെറിയ ആയുസ് കൊണ്ട് ഇവിടെ അവസാനിക്കാനുള്ളവരല്ല, ഓർത്തുകൊണ്ട് വേണം ഈ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. നമുക്ക് നിത്യതയാണ് ഏറ്റവും വലുതായിട്ടുള്ളത്. ഇതൊക്കെ സാമ്പിൾ വെടിക്കെട്ട് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ദൈവം ശരിയായിട്ടുള്ളത് കിടക്കുന്നതേ ഉള്ളൂ, ജീവിതം കിടക്കുന്നതേ ഉള്ളൂ. കർത്താവുമായിട്ട് ഇവിടെ 1000 വർഷം വാഴുന്നുണ്ട്, അതിനുശേഷം നിത്യത മുഴുവനും. ഇതൊക്കെ നിസ്സാര ഒന്നും മനസ്സിലാകാത്തവരെ ഇതൊക്കെ ഇട്ടേച്ച് വല്ലത്തിൻ്റെയൊക്കെ പുറകെ പോകുന്നത്. അമ്മ നമ്മുടെയൊക്കെ അടുത്ത ഈ പുതിയ ജനറേഷനൊക്കെ നിസ്സാരമായിട്ടാണ് പെന്തക്കോസ്ത് സത്യങ്ങളെ തള്ളിപ്പറഞ്ഞിട്ട് ഇത് പോകുന്നത്. പിന്നെ ഒക്കെ അങ്ങനെ ചെയ്ത ആളുകളാണ്. സുവിശേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പ്രതിഫലമൊക്കെ അദ്ദേഹം കിട്ടുകയും ചെയ്യും, അത് വാങ്ങിച്ചോട്ടെ. പക്ഷേ മോശ ദൈവജനത്തെ കൊണ്ട് ഇറങ്ങി പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ താല്പര്യം അടച്ചു കളയുകയും കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ അടിക്കുകയും പാറ അടിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞു, നീ ഇനി കനാലിലോട്ട് കയറണം. പക്ഷെ ജനം വെള്ളം കുടിക്കുകയും അത്ഭുതം കാണുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് ദൈവം ഒരു കൃപാവരം ഒരാളെ ഏൽപ്പിച്ചാൽ, ഒരാൾ പാപം ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടോ അത് തിരിച്ചെടുക്കത്തില്ല. അങ്ങനെയാണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതി. പ്രാഗൽഭ്യം ഇല്ലാത്തവൻ കൃപയിൽ നിന്ന് അങ്ങ് മാറിപ്പോവും. പിന്നെ പരിശുദ്ധാത്മാവത്തുള്ളവൻ അനുദപിച്ച് മാനസാന്തരപ്പെട്ട് തിരികെ ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനിടയാകും. അതായത് ഈ
വാസ്തവത്തിൽ ഇപ്പോൾ സഭയിൽ ചില ശിക്ഷാക്രമങ്ങളൊക്കെ പഴയ നമ്മുടെ ആരംഭകാലത്തുണ്ടായിരുന്നു. എന്തിനാണ് സഭയിൽ ഇതൊക്കെ വെക്കുന്നത്? ഒരാളെ മുടക്കുന്നത് പോലും തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു തിരുത്തൽ കൊടുക്കുന്നത് പോലും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? വീണ്ടും സഭയിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ അവരെ സഭയിൽ നിന്ന് കളയാൻ വേണ്ടി നമ്മളെ നോക്കിയിരിക്കുക. എപ്പോഴാണ് ഇയാളെ നടപടി എടുത്ത് പുറത്ത് കളയുക എന്നുള്ളതാണ് നമ്മുടെ വാസ്തവത്തിൽ ഒരു നടപടി, ഒരു തിരുത്തൽ വന്നാൽ പോലും ചില ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ മാറ്റി നിർത്തിയാൽ പോലും തിരികെ അവനെ ചേർക്കുക എന്നുള്ളത്. പൗലോസ് അങ്ങനെയാണ് പറയുന്നത്. അവനെ ഗുരുത ലേഖനത്തിലൊക്കെ ആ പാപം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റണം എന്ന് പറയും. പക്ഷേ പിന്നീട് അടുത്ത ലേഖനങ്ങളൊക്കെ വരുമ്പോൾ അവരെ ചേർത്തുള്ള നിങ്ങൾ എന്തിനാണ് മടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അവരെ കൃപയിൽ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രത്യേകം. അപ്പൊ ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി, വെള്ളം കുടിച്ചു, 2 കുടിച്ചു, പുറത്ത് രക്ഷപ്പെട്ടു. പക്ഷെ എന്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഈ 2024 ഞാൻ ഇവിടെ ശതാബ്ദിയിൽ വരണമെന്ന് ഇന്നത്തെ 2ാം ഞായറാഴ്ച ജൂൺ 2 ഞാൻ ഇവിടെ പ്രസംഗിക്കണമെന്ന് നേരത്തെ എഴുതി വെച്ചിരിക്കുക. അത് മാറ്റാൻ ആർക്ക് കഴിയും? ഒരുത്തർക്ക് പിശാചിന് ചില തടസ്സങ്ങൾ വരുത്താനേ കഴിയത്തുള്ളൂ. അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എന്തു ചെയ്യണമെന്ന് പിശാചെന്നെ തീരുമാനിക്കുന്നത് കർത്താവ്. നിങ്ങളുടെ രോഗം മാറണമെന്ന് കർത്താവാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ ജയിക്കണോ വേണ്ടെന്നുള്ളത് കർത്താവാ തീരുമാനം. പിശാച് അവൻ നിങ്ങളെ ഒത്തിരി നിങ്ങളുടെ സഭ വളരണമെന്നുണ്ടെങ്കിൽ അത് വളരുമാറാക്കുന്നത് ദൈവമാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തിനും കരങ്ങളിലും ഏൽപ്പിച്ചു കൊടുത്താൽ അനുഗ്രഹമാണ്. ഞാൻ അന്ന് അതിന് ശേഷം ആണ് പൂർണ്ണസമയ സുവിശേഷം നൽകി. അതൊരു ഓഫീസ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു. എന്നാൽ പല സഭകളിലും ശുശ്രൂഷകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എനിക്ക് വാസ്തവത്തിൽ ഫുൾ ടൈമിൽ ഉദ്ദേശിയായിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ വിശ്വാസികളുടെ 1 ആഴ്ച വാങ്ങിച്ച് അവരെ പുറകെ നടക്കുന്നത് എനിക്കതൊരു താല്പര്യക്കുറവാണ്. പക്ഷേ ദൈവത്തിൻ്റെ വിളി വന്നു കഴിഞ്ഞപ്പോൾ അതിനപ്പുറത്തേതായിട്ട് നമ്മളങ്ങ് മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിനെ തടുക്കാൻ 2004 എനിക്ക് ഇതുപോലെ ചേർത്തലയിൽ സഭാ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ മാരേജ് തകർന്ന് തരിപ്പണമായി. ഞാൻ എൻ്റെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടി അവിടുത്തെ മണൽ തെറിച്ചു വീണു. ഹൈവേ ബ്ലോക്കായി. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ. അന്നും എൻ്റെ കാലിന് ഒരു ചെറിയ ഉളുപ്പ് വന്നെന്നുള്ളതല്ലാതെ എനിക്കൊന്നും നിരവധിയായിട്ടുള്ള കാര്യം. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നുവരെയും ദൈവം പോകുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഏൽപ്പിച്ച ചെറിയതും വലുതുമായ കാര്യങ്ങൾ ഞാൻ പൂർണ്ണ വിശ്വസ്തത കാണിച്ചെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഞാനിപ്പോൾ എന്തോ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കും. കാരണം നിങ്ങൾക്ക് എന്നെ അത്ര അറിയത്തില്ല. പക്ഷെ എല്ലാം അറിയുന്നവനായ ദൈവത്തിന്റെ മുമ്പിൽ ഭയത്തോടെ അല്ലാതെ നിൽക്കുവാൻ പുസ്തകം എടുക്കണമെങ്കിൽ, ഇതിൽ നിന്നൊരു വചനം ശുശ്രൂഷിക്കണമെങ്കിൽ, ഇതിനെ സംബന്ധിച്ച് ആധികാരികമായിട്ട് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ കീഴ്പ്പെടുകയും ആലോചന പ്രാപിക്കുകയും ചെയ്തല്ലാതെ നമുക്ക് സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമായ കർത്താവ് അന്ന് മുതൽ ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ദാസന്മാരോടുകൂടെ ചേർന്ന് വേണ്ടി ദിവസപ്പെട്ട പ്രവർത്തന രീതി നിങ്ങൾക്കറിയാം സ്ഥാപിച്ചത് പാസ്റ്റർ വി.എ. തമ്പിയാണ്. ഓർഗനൈസേഷൻ സഭ സ്ഥാപിച്ചത് പുള്ളിയല്ല, സഭ സ്ഥാപിച്ചത് കർത്താവാണ്, അല്ലേ? ഞാൻ എൻ്റെ സഭയെ ഇവിടെ ഏതവൻ സഭ പണിതെന്ന് പറഞ്ഞാൽ അത് എൻ്റെ സഭയിൽ നിങ്ങളുടെ സഭയൊന്നും ആകത്തില്ല. അത് ആരുടെ? കർത്താവിൻ്റെ സഭയാണ്. പക്ഷെ ഇപ്പം നിർഭാഗ്യവശാൽ തങ്കൂൻ്റെ സഭ, ആ സഭ, ഈ സഭ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ പേരിലാണ് സഭകൾ അറിയപ്പെടുന്നത്. അതുകൊണ്ട് അത് സൂക്ഷിച്ചു വേണം. ദൈവത്തിൻ്റെ സഭയാണ് നമ്മളായിരിക്കുന്ന സഭ. കർത്താവിൻ്റെ സ്തോത്രം. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു ദിവസം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഈ ജോൺ വെസ്ലി പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് അവിടെ ചെന്നു. മെത്തഡിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട സഭയിൽ നിന്ന് അദ്ദേഹം സ്വർഗത്തിൽ ചെന്ന് ആദ്യം ചെന്ന് കണ്ട ദൂതനോട് ചോദിച്ചു, സ്വർഗം എവിടെയാണെന്ന് ചോദിച്ചു. സ്വർഗം അങ്ങോട്ട് പോകണം. അപ്പം മെത്തഡിസ്റ്റുകാരൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു. മെത്തഡിസ്റ്റുകാർ അതൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ വേറെ പല സ്ഥലങ്ങൾ പിന്നെ അപ്പുറം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ വരുന്ന വിഷയം അത് നരകം. അവിടെ ചെന്നപ്പോൾ അവിടെ വേറൊരുത്തം നിൽക്കുന്നു, അല്ലേ? മറുതായ ഒരു ആയിരിക്കും. അപ്പോൾ ആ ഉള്ളോട് ചോദിച്ചു, ഇവിടെ മെത്തഡിസ്റ്റുകാർ പറഞ്ഞോട് ചോദിച്ചു. ഇല്ലെന്ന്. പുതുക്കോസുകാരോ ഒരുത്തരും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആരുമില്ല. 3-4 സർക്കാരുടെ പേര് ചോദിച്ചിട്ട് പോകുന്നില്ല. പിന്നെ തിരിച്ച് ഈ ദൂതൻ്റെ അടുത്ത് വന്നു ചോദിച്ചു. അപ്പം പിന്നെ അവിടെ കിടക്കുന്നവരൊക്കെ ആരാണ്? അവിടെ കിടക്കുന്നവരെല്ലാം സ്വർഗത്തിൽ കിടക്കുന്നവരെല്ലാം ദൈവം മക്കളാണ്. മറ്റ് സഭയുടെ പേരൊന്നും അവിടെ ഒന്നും ഇല്ല. ഓർത്തോണം. ഏത് കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ നിന്നെന്ന് പറഞ്ഞാലും നമ്മൾ ആരാണ്? വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ ഭാഗ്യം തന്നിരിക്കുന്നു. ന്യൂ ഇന്ത്യക്കാരെന്ന് വിളിക്കാൻ
അങ്ങനെ കാണുന്ന ദൈവമക്കളാണ്. അവിടെ കേൾക്കുന്ന പാട്ടും കയ്യടിയും ഒക്കെ സ്വർഗത്തിൽ കേൾക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ അത് ദൈവമക്കളുടെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ വിഭാഗീയ ചിന്തകൾക്ക് അപ്പുറത്തായിട്ട് ദൈവമക്കളാണെന്നുള്ള പദവി അനുഭവിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്, കർത്താവിന് സ്തോത്രം. അപ്പോൾ ആ നിലവാരത്തില് അന്ന് മുതല് ദൈവിക ശുശ്രൂഷയുടെ ഭാഗമായിട്ട് വരുവാനും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണശേഷം ഞങ്ങള് പ്രധാനമായിട്ടും ചില ഉത്തരവാദിത്തങ്ങളിലൊക്കെ വരുവാൻ ഇടയായിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. വലിയ ഒരു വേല നമ്മുടെ ഭാരത രാജ്യത്ത് ചെയ്തു തീർക്കുവാനുണ്ട്. അവിടെ ഇപ്പോൾ പല അടുത്തൊരു ഗവൺമെൻറ്റിലൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രത്യേകം. നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളിനിയും ഭാവിയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയില്ല. അതിന് ഒക്കെ എതിരായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് തീർത്തും സമയമില്ലാത്ത ആളുകളാണെന്ന് എനിക്കറിയാം. ജോലി 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 അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എന്നാലേ പിടിച്ചു നിൽക്കാനൊക്കെ തുള്ളെന്ന് എനിക്കറിയാം. കർത്താവ് ഞങ്ങളുടെ പിള്ളേരുടെ കാര്യം ഉൾപ്പെടെയാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ അതിനിടയ്ക്കൊക്കെ സമയം കണ്ടെത്തി കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയാകണം. ഇത്ര കാര്യങ്ങളൊക്കെ പ്രാരംഭത്തിൽ പറയുന്നുള്ളൂ. നമ്മുടെ സമയം ഓടിപ്പോകുന്നല്ലോ. നമുക്ക് ഇതൊരു ക്ലാസ് റൂം ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു ടീച്ചിങ് സ്പിരിറ്റാണ് വന്നിരിക്കുന്നത്. പിള്ളേരെല്ലാം ഇരിക്കുന്നു. അപ്പോൾ സാറും കുട്ടികളുമായിട്ടാണ് ഇപ്പം നമ്മൾ മാറിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഉപദേശി എന്നാണല്ലോ പറയുന്നത് അല്ലേ? ഉപദേശി ആരാണ്? ഉപദേശിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പഠിക്കാം. എല്ലാവരും പുസ്തകമൊക്കെ തുറന്നേ. ദൈവത്തിന് സ്തോത്രം. ദൈവ സാന്നിധ്യം ഒന്നും വിട്ടുകളയല്ലേ. ഈ ഓട്ടോറിക്ഷയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പോലെ ചിരിയിൽ ചില്ലറ ഒതുക്കിക്കളയരുത് എന്ന് പറയുന്ന പോലെ വല്ലതൊക്കെ പറഞ്ഞൊന്നും നിങ്ങളുടെ ടെൻഷനൊന്നും മാറ്റാനായിട്ട് പറഞ്ഞാൽ അതുകൊണ്ട് ആത്മീയതയൊന്നും നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ കുറച്ചുകൂടെ നമുക്ക് ഇന്ന് ദൈവവചനത്തിലെ ഒരു പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് വന്നിട്ട് എനിക്ക് അനുഗ്രഹം പ്രസംഗം ഇഷ്ടമാണ്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന എന്തിനു വേണ്ടി? അനുഗ്രഹം പ്രാപിപ്പാൻ വേണ്ടിയിട്ടാണ്. അനുഗ്രഹത്തിൻ്റെ പിന്നാലെ ഇപ്പം നമ്മുടെ സമൂഹമല്ല ആയിപ്പോയതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അനുഗ്രഹം എന്ന് പറയുമ്പോൾ എന്താണ് അനുഗ്രഹം? ഭൗമികമാണെന്ന് ധരിച്ചവരും ധാരാളം. യാക്കോബിനാണ് ഒരു സമയത്ത് അത് മനസ്സിലായത്. അവൻ എല്ലാ രണ്ടു കൂട്ടമായി ഭാര്യമാരായി പിന്നെ ആടും മാടും എല്ലാം. പക്ഷേ ഒരു രാത്രി ദൂതരുമായിട്ട് മൽപ്പിടുത്തം നടത്തുമ്പോൾ പറയുന്നത് നീ എന്നെ അനുഗ്രഹിച്ചില്ല. അത് ഇവിടെ അപ്പൊ എന്തോ അനുഗ്രഹം? അതുവരെ ഉള്ളതൊന്നും അനുഗ്രഹമല്ലേ? ഇവിടെ UK വന്നത് അനുഗ്രഹമല്ലേ? ഇവിടെ ഒരു വീട് വാങ്ങിക്കുന്നത് അനുഗ്രഹമല്ലേ? ഉദ്ദേശിച്ച പ്രൊമോഷൻ കിട്ടുന്നത് അനുഗ്രഹമല്ലേ? കുഞ്ഞുങ്ങളൊക്കെ നല്ല നിലയില്ലാത്ത അനുഗ്രഹമാണ്. പക്ഷെ അത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അത് ഈ യാത്രയിൽ നഷ്ടപ്പെടുത്തി കളയരുത്, മറന്നു പോകരുത്. ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ അനുഗ്രഹത്തിന്റെ അതെല്ലാം ബേസ് ദൈവത്തിന്റെ വചനം. ആ വചനത്തെ നമുക്ക് ഒന്ന് പഠിക്കാനായിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ കർത്താവിനെ കുറിച്ച് പഠിച്ചാൽ മതി. വേറെ ആരെയും കുറിച്ച് ഇവിടെ നൈജീരിയയിൽ നടക്കുന്ന കാര്യമോ അല്ലെങ്കിൽ പിന്നെ അമേരിക്കയിൽ നടക്കുന്ന പണ്ട് വെയിൽസിൽ നടന്ന ഉണർവെന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ രാജ്യത്ത് വന്നപ്പോൾ ചിന്തിച്ച ഒരു കാര്യം, ഈ ബ്രിട്ടീഷുകാർ ഒരു കാലത്ത് വന്ന് നമ്മളെ അവിടെ പിന്നെ അക്ഷരികമായിട്ട് ഭരിക്കുവാൻ ഇടയായിത്തീർന്നു. നമ്മുടേതെല്ലാം അവിടെ പ്രധാനപ്പെട്ടതെല്ലാം അവിടെ നിന്ന് കൊണ്ടുവന്നു. അവർ നമ്മളെ അക്ഷരികമായിട്ട് അധികാരത്തോട് ഭരിച്ചു. എന്നാൽ കാലം മാറി. ഇപ്പോൾ അവിടെ നിന്ന് ദൈവമക്കളെ കർത്താവ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക. ഇന്ത്യൻ ബേസ് ഉള്ളവർ തന്നെ അവിടുത്തെ പ്രധാനമന്ത്രി തന്നെ ആയിരിക്കുന്നത്. അത് പോട്ടെ. പക്ഷെ നമ്മളെ ദൈവം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ആത്മീകമായി ഇവരെ ഭരിക്കാൻ. വേദപുസ്തകം പ്രിന്റ് ചെയ്ത് തന്നതും അവിടെ സുവിശേഷം ആദ്യം പ്രസംഗിച്ചും ഒക്കെ ഇവരാ. പക്ഷേ ഇവർ തോറ്റു തുന്നം പാടിയ സ്ഥലത്ത് ദൈവജനത്തെ ദൈവം അവിടുത്തെ കൂടോടെ ഇളക്കിക്കൊണ്ട് വരികയാണ്. എന്നാലും മാത്രമല്ല അവരുടെ കൂടെ അപ്പനും അമ്മയും ആരാധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ആ പരിസരത്തുള്ളവരെല്ലാം പൊക്കോണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാ? ഇവിടെ വന്ന് ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടല്ല. സ്തോത്രം. എത്ര സുന്ദരമായ സ്ഥലം എന്ന് പറഞ്ഞ് ഇവിടെ ഫോട്ടോ ഇടാനല്ല. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നിയുക്തരായി നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ യേശുവിന് ശേഷം പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് വന്നത് കർത്താവിന്റെ സഭയെ വളർത്തുവാൻ വേണ്ടിയാണ്. ഏത് ജോലി ചെയ്താലും നിങ്ങളിൽ വ്യാപിക്കുന്ന പരിശുദ്ധാത്മാവ് നിമിത്തം നിങ്ങൾക്ക് ഒരാളെ ക്രിസ്തുവിലേക്ക് നയിപ്പാൻ കഴിഞ്ഞിരിക്കണം. പരിശുദ്ധാത്മാവ് അല്ലാതെ ഇങ്ങനെ ഒരു ക്ലാസ് മുറിയിൽ കുറച്ച് പേര് മെയ്യ് അനങ്ങാതെ കൈ അനങ്ങാതെ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു പോകുന്ന സ്തോത്രം അല്ലെങ്കിൽ അത് പറഞ്ഞു പോകുന്നതാണോ പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർക്ക് ശക്തി ലഭിച്ചെന്നാണ്.
ദൈവജനം ശക്തിയോടെ ആരാധിക്കുകയും ദൈവജനം ശക്തിയോടെ പ്രാർത്ഥിക്കുകയും നമ്മളാണ് ചെയ്യുന്നതല്ല, പരിശുദ്ധാത്മാവിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് മത്തായി സുവിശേഷത്തിലേക്ക് വരാം. ഞാൻ ഇനിയുള്ള സമയത്ത് ഇച്ചിരി സ്പീഡ് എടുത്താൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം സമയം നമുക്ക് പിന്നെ നിർത്താൻ ഒക്കത്തില്ലല്ലോ. നമുക്കല്ലേ നിർത്താൻ ഒക്കത്തുള്ളൂ. നമ്മൾ നിർത്തിയേ പറ്റത്തുള്ളൂ, സമയം നിൽക്കത്തില്ല. മത്തായിയുടെ സുവിശേഷം കർത്താവിന്റെ സ്തോത്രം അതിൻ്റെ 15-ാം അധ്യായത്തിലേക്ക് വരാം. 2 വാക്യങ്ങളാണ് വായിക്കേണ്ടത്. ഒത്തിരി കാര്യങ്ങളാണ് ഉണ്ട്. 22-ാമത്തെ വാക്യം ഒന്ന് ആദ്യം വായിക്കണം. അതിനുശേഷം 28-ാമത്തെ പാരഗ്രാഫ് അവസാനിക്കുന്ന തുടങ്ങുന്നിടത്ത് അവസാനിക്കുന്നിടത്ത് 2 വാക്യം. സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു. ആ ദേശത്തു നിന്ന് ഒരു 15-ാം അധ്യായത്തിന്റെ കേട്ടോ, എടുത്തിട്ടില്ലാത്തവർ എടുക്കാൻ പറ്റില്ല. 21 മുതലുള്ള ഇപ്പോൾ വായിക്കുന്നത്. ആ ദേശത്ത് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട് കർത്താവേ ദാവീദ് പുത്ര, കർത്താവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു, എന്റെ മകളെ ഭൂതം പിടിച്ചിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇനി അതിന്റെ 28-ാമത്തെ വാക്യം പറഞ്ഞത് വായിച്ചാൽ യേശു അവളോട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന ഉത്തരം പറഞ്ഞു. പ്രാർത്ഥിക്കും. പ്രിയ കർത്താവേ, ഈ വചനം അങ്ങയുടെ വചനമാണ്. ഞങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് ഇത് വായിക്കുന്നു, പഠിക്കുന്നു. ഇനിയും ഇതിൻ്റെ അകത്ത് ഇന്ന് ഞങ്ങളോട് സംസാരിക്കാനുള്ള ദൂതമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യും. നിന്റെ ജനത്തെ അനുഗ്രഹിക്കും. യേശു കർത്താവിന്റെ നാമത്തിൽ. കർത്താവിന്റെ സ്തോത്രം. വേദപുസ്തകത്തിലെ സുവിശേഷങ്ങൾ നിങ്ങൾക്കറിയാം. സുവിശേഷങ്ങൾ എത്രയാണ്? 4. നമ്മൾ 4 സുവിശേഷങ്ങൾ എന്ന് പറയുന്നെങ്കിലും സുവിശേഷം എത്രയേ ഉള്ളൂ? എഴുതിയവർ 4 രീതിയിൽ എഴുതിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സുവിശേഷം ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയുന്നത് സുവിശേഷം എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് പല സുവിശേഷം, പല ആത്മാവ്, പല സൈസിലുള്ളതൊക്കെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇയ്യോബിന്റെ സുവിശേഷം ഇല്ല, സിനിമാക്കാരും അത് വിട്ടിട്ടില്ല. ഓരോന്നിനും പേരും ഒക്കെ. ഇയ്യോബിന്റെ പുസ്തകം, പിന്നെ വേറെ ആരുടെ സുവിശേഷം എന്ന് പറഞ്ഞു. ഓരോ പേരൊക്കെ അവരൊന്നും എടുത്തിടുക. നമ്മുടെ ബൈബിളിൽ നിന്ന് ആര് പേരിട്ടാലും ആരും ഒന്നും പറയത്തില്ലല്ലോ. ഖുറാന്റെ അകത്തൊന്നും എടുത്തിട്ടാൽ തീ കത്തുന്ന എവിടെ മുതലാന്ന് അറിയാം. ഇവിടെയുള്ള ജനങ്ങൾക്കാണ്, ഈ ക്രിസ്ത്യാനികളാണെന്നുള്ള ബോധമില്ലാത്തത്. മുസ്ലിങ്ങൾ ഏത് ലോകത്ത് പോയാലും അവർ പറഞ്ഞാൽ മുസ്ലിം അവർ പറഞ്ഞിരിക്കും. അവർ റോഡിൻ്റെ നടുക്ക് കൊണ്ടിടും. വണ്ടിയിലാണെങ്കിൽ വണ്ടിയെ തുണി വിരിക്കാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ ആളുകൾ നാണം കണ്ടാന്ന് ദിവസം ആരും അറിയാതെ പോയിരുന്ന ആരാച്ചു വരാന്നൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. ചാരപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ ലോകത്ത് ആരും പോലും അറിയരുതെന്ന് വിചാരിക്കുന്ന ആളുകളുമുണ്ട്. അതിനും വലിയ പ്രസിദ്ധമാക്കി ഞങ്ങളൊക്കെ ചെണ്ട അടിച്ചു പോയാൽ പണി. ആ കാലത്തെ കാര്യമാണ്. അവിടുത്തെ ആളുകളല്ല അന്തം ഇത് എന്തോ ഇടപാട്, അടുത്ത ഉത്സവ പരിപാടിയോ വല്ലതും ആണോ എന്ന് അവർ വിചാരിച്ചു. എല്ലാം ഡ്രമ്മൊക്കെ അടിച്ചടിച്ച് ഇത്രയും പേര് ആ സഭയിലുണ്ടായിരുന്ന എല്ലാവരും കൂടെ പോയി കാര്യമുണ്ട്. അത് പറയാം. അപ്പം അതിപ്പം നമുക്ക് പ്രായോഗികമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ വിശ്വാസത്തെ വെളിപ്പെടുത്തുവാൻ ലഭിക്കുന്ന ഒരവസരം പോലും രാജ്യങ്ങളുടെ നിയമമുണ്ട്. ഈ രാജ്യത്തിനൊരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ പരിധിക്കകത്തുകൊണ്ട് നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അന്നേരം നമുക്ക് അങ്ങോട്ട് പോയി പറയാൻ മേലാത്തവനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും. നിരവധി സമയം 40 വർഷത്തിലധികമായിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ ഒത്തിരി പേര് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വണ്ടിയിൽ ഇരുന്നവരോട് സുവിശേഷം പറഞ്ഞതും ഒരുത്തൻ ട്രെയിൻ യാത്രയിൽ ഞാനും ഒരു സുവിശേഷം കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു അപ്പച്ചൻ ഈ തിരുവല്ലയിലെത്തിയപ്പോൾ ട്രെയിനിൽ വേണാടൻ ഇത് ട്രാക്ക് കൊടുക്കും. ട്രാക്ക് അപ്പോൾ ഒരുത്തൻ അവിടെ നിന്ന് പണിയും മേലെ ഇല്ലാത്തവരൊക്കെ കുറേ അമ്മമാർ ഇറങ്ങിയിട്ടു. അപ്പോൾ ഞങ്ങൾ സിവിൽ ഡ്രസ്സിലായിരിക്കുന്നത്, ആശ്രമാരുടെ വേഷത്തിലൊന്നും അല്ല ഇരിക്കുന്നത്. ഇവരൊക്കെ തിന്നാൻ നടക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുത്തൻ ഭയങ്കരമായിട്ട് ബേജാറായിക്കൊണ്ടിരിക്കുക. ഞങ്ങളൊന്നും വേണ്ടിയില്ല, കാരണം ഞങ്ങളെക്കുറിച്ചാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കുക. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കിടന്നപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞ കൊടുത്ത് ഞങ്ങൾ വെറുതെ കൂടി. അങ്ങനെ അവസാനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊല്ലം എത്തുന്നതിന് മുമ്പ് അവരോട് കാര്യം ചോദിച്ചു. പറയാം, എൻ്റെ ജീവിതം കോഞ്ഞാട്ടെ പറയും. കോഞ്ഞാട്ടെ ഇനി ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നില്ല. ഞാൻ ഒരുത്തനെ കൊന്നച്ച് ജലിപ്പാനായിട്ട് പോകും. കേട്ടോണം, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരുടെ ഓരോരുത്തന്മാർ ഏതൊക്കെയാണ് ആരറിഞ്ഞ എൻ്റെ ദിനമക്കൾ എല്ലാവരും നല്ല സന്തോഷിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ അങ്ങ് ഒന്നുമല്ല അവൻ്റെയൊക്കെ മനസ്സിലുള്ള നമ്മുടെ ഇടയിലുള്ള ആളുകളുടെ മനസ്സിലുള്ളത് പോലും നമുക്ക് എന്നാന്ന് അറിയാൻ പാടില്ല.
അല്ലേ? പ്രത്യേകം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് തീർത്തും നമുക്കറിയാൻ മേലാതാണ് പലപ്പോഴും ഇരിക്കുന്നത് ദൈവത്തിന്. അപ്പോൾ അങ്ങനെ അവസാനം പറഞ്ഞു നർത്തവക്കാരനാണെന്നും സൺഡേ സ്കൂൾ പഠിച്ചിട്ടുണ്ടെന്നും ഒക്കെ അറിഞ്ഞ പൂനായിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അത് 2 പ്രാവശ്യം പൂനാക്കാരി ഉള്ളൂ അവക്കാരി ദൈവത്തിന് ഇവിടെ ഉള്ളതിനായിട്ട് ദൈവത്തിന് അല്ല പോകേണ്ടിട്ടല്ല പൂനായിട്ടാണ് പുള്ളി എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ 2 പ്രാക്കാലത്ത് 20 കൊല്ലത്തിനൊക്കെ മുമ്പുള്ളത് പേർഷ്യ പോകാനായിട്ട് ഒരു ഏജന്റിന് പൈസ കൊടുത്തു. ആദ്യത്തെ പ്രാവശ്യം പൈസ കൊടുത്തത് ചതിവിൽ കൊണ്ടുപോയി. വീണ്ടും അവൻ തന്നെ പറഞ്ഞ് വീണ്ടും കുറച്ച് പൈസ അതുമായിട്ട് വാങ്ങും. അപ്പോൾ ഒരബദ്ധം പറ്റിയാലെങ്കിൽ നിൽക്കണ്ടേ? മലയാളിക്കുള്ള ഏറ്റവും വലിയൊരു ഗുണമാണല്ലോ ഇങ്ങനെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യും, എന്നെ പറ്റിക്കാൻ ആരെങ്കിലും ഉണ്ടോ വായോ ഞാനിവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. അത് വേറെ പോകാനാണെങ്കിലും കൊള്ളാം. ഇപ്പോൾ ആണെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ പേരിലുമൊക്കെ ഒത്തിരി ചതിവുകളൊക്കെ നടക്കുന്നുണ്ട്. ഒത്തിരി പേര് വല്ലാത്ത കഷ്ടത്തിൽ നിന്നത്. അപ്പോൾ ഇങ്ങനെ അവനെ എളിയ കയ്യിലൊരു കത്തിയുണ്ട്. മാർത്താണ്ഡത്തിനടുത്ത് അവൻ വന്ന് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. എനിക്കിനെ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അവനെ തട്ടും, ഞാൻ ജയിലും എന്ന് പറയാം. അവസാനം ഞങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ കൊല്ലം മുതൽ തിരുവനന്തപുരം വരെയുള്ള സമയം കൊണ്ട് സുവിശേഷം അപ്പോൾ അടുത്തിരിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കാനായിട്ട് എന്തൊക്കെ ഈ കർത്താവ് ലോകത്തിൽ വന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചിട്ടാണ്. സഭ സ്ഥാപിക്കാനും ഇവിടെ കത്തോലിക്കാ സഭയും പെന്തക്കോസ്തർക്ക് എണ്ണം കുറവായിട്ട് 4 ഇതിനൊന്നുമല്ല വന്നത് എന്ന് പറഞ്ഞ് അവനെ മാനസാന്തരത്തിലേക്ക് വെച്ചു. പേട്ട ജംഗ്ഷനിൽ എത്തിയപ്പോൾ എൻ്റെ വാക്കുകൾ നീണ്ടുപോയി. പേട്ട എന്ന് പറയുന്നത് അറിയാൻ ട്രിവാൻഡ്രത്തിന് പുറത്തുള്ള അവിടെ എത്തുമ്പോൾ സിഗ്നലിന് വേണ്ടി കാത്തു കിടക്കുന്നത്. ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. കുറേ സമയം അവിടെ സിഗ്നൽ കിട്ടാൻ വേണ്ടി കിടക്കും. ആ സമയം കൊണ്ട് ഞങ്ങൾ ചോദിച്ചു, ശ്വേത നിങ്ങൾ ഒരുത്തരെ കൊന്നാൽ അവൻ്റെ ജീവനും പോവും, നിൻ്റെ ജീവിതവും പാഴായി പോകും. അത് വേണോ? അത് നിൻ്റെ ജീവിതം കർത്താവിന് കൊടുക്കാൻ നിങ്ങൾക്ക് തയ്യാറാണ്. അപ്പോൾ വാസ്തവത്തിലൊരു കരച്ചിലോടുകൂടെ അവൻ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ട്രെയിനിലാണ് നോക്കണം. ഞങ്ങൾ 2 പേരും കൂടി അവൻ്റെ തലയെ വെച്ച് പ്രാർത്ഥിച്ചു. ഈ ശബ്ദം കേട്ടോണ്ട് ആ കമ്പാർട്ട്മെൻറ്റിൽ ബാക്കി ഉണ്ടായിരുന്ന കുറേ ആളുകളെല്ലാം കൂടെ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോൾ കാഴ്ചക്കാരായിട്ട് കുറേയേറെ ആളുകൾ അതിൻ്റെ അകത്ത് ഒരുത്തൻ വന്ന് എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണമെന്ന് പറയുവാനിടയായി. ഞാൻ പറഞ്ഞത് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ സുഖലോലുപന്മാരാക്കാൻ വേണ്ടിയിട്ടല്ല, ചിലരുടെ അസ്വസ്ഥതകളെ മാറ്റും. അവനെ വിളിച്ചു വരുത്തി അഭിഷേകം ചെയ്തതിന് അവൻ കൃപാവനം കിട്ടിയെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാനല്ല. ഇല്ല, ഈ ഔലിൻ്റെ മേലുള്ള ദുരാത്മാവിനെ ഒന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഈ രാജ്യത്ത് ആത്മീകമായ അധികാരത്തിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തില് കെട്ടപ്പെടും. നിങ്ങൾ ഇവിടുന്ന് ആരെങ്കിലും ആമേൻ സ്തോത്രം പിന്നെ ബന്ധനങ്ങൾ അഴിച്ചാൽ അത് അഴിയപ്പെടും. വെള്ളം കെട്ടി ഭൂമി കെട്ടി കിടക്കുക. അപ്പൊ ഇതിനൊക്കെ അഴിക്കാനൊക്കെ പിന്നെ ചില ആളുകൾ പറയുന്ന പോലെ ബന്ധനം അഴിക്കും, ബന്ധനമുണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്ന് പേടിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പം. അപ്പൊ യേശു വന്നത് അഴിക്കാനാവുന്നത്. യേശു നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് എന്താ ചെയ്യുന്നത്? അഴിച്ചുവിടാനാ. ആ കഴുതി അഴിച്ചോണ്ട് വരാനാ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അഴിക്കാനുള്ളത്, കെട്ടാനുള്ളതല്ല. ഈ കെട്ടെന്ന് പറയുന്നത് ആരുടെ? മുസ്ലിംകളുടെ അന്യമതസ്ഥരുടെ അവരാണ് കെട്ടുന്നവന്മാർ കേട്ടോ. നമ്മൾ വാസ്തവത്തിൽ കെട്ടുകയല്ല ചെയ്യുന്നത്. ഈ പിശാചികൾ സ്തോത്രം രാജാക്കന്മാർ ബന്ധിച്ചതിനെ അവൻ അഴിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസമുള്ളവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളുടെ മുമ്പിൽ അഴിയാത്ത കുരുക്കുകളൊന്നുമില്ല. അത് ദൈവമാണ് അഴിക്കുന്നത്, നമ്മളല്ല അഴിക്കുന്നത്. നമ്മളെ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ. കർത്താവ് ഇങ്ങനെ ഒരു രോഗത്തിന്റെ ബന്ധനത്തെ അഴിക്കുകയാണ് കർത്താവ് വിളിച്ചത്. വന്നതാരാ? ഒരു യോഗ്യതയില്ലാത്ത ഒരു കനാന്യ സ്ത്രീ. വാസ്തവത്തിൽ യേശു വന്നത് യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് ശിഷ്യന്മാരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇസ്രായേലിൽ കാണാതെ പോയതിന് അന്വേഷണം വേണം പോകാൻ, അല്ലാതെ ജാതികളിലേക്കൊന്നും പോകേണ്ട ആവശ്യം ഇല്ല. അങ്ങനെയായിരുന്നു. നമുക്ക് കൃപയാൽ ലഭിച്ചത് എന്തൊരു ഭാഗ്യം. ഈ യഹൂദൻ ക്രിസ്തുവിനെ തള്ളിയത് കൊണ്ടാണ് നമുക്ക് ഈ ഭാഗ്യം കിട്ടിയത്. രക്ഷ നമുക്ക് ലഭിക്കേണ്ടതായിരുന്നില്ല, തന്റെ സ്വന്തം ജനത്തിന് വേണ്ടി കൊടുത്തതാ. പക്ഷേ അവൻ നോ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇനി തന്നേരെന്ന് പറയാൻ കാരണം ഈ കനാന്യസ്ത്രീയെ പോലെ കൈ നീട്ടി നിന്നവരാ അവൻ നമ്മുടെ പിതാക്കന്മാർ എന്നുള്ള കാര്യം ഓർക്കരുത്, ദൈവം മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. ആ സന്തതി പരമ്പരകളെയാണ് ദൈവം നമ്മുടെ
ഈ നിലവാരത്തിലൊക്കെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ നമുക്ക് ഈ രാജ്യത്ത് വരാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നമ്മളുടെ താല്പര്യമോ ഒക്കെ എന്താണ് നമുക്ക് യോഗ്യതയുള്ളത്? ഇന്ന് കാര്യങ്ങളൊക്കെ ഒത്തിരി ഈസി ആയെങ്കിലും അതിന്റെ പിന്നിൽ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയ ദൈവമക്കളുടെ ഒരു കണ്ണുനീരും പ്രാർത്ഥനയും ഉണ്ട്. അവിടെ വെച്ച് പറ്റിയില്ല, ഇവിടെ വെച്ച് ദൈവം അതിനുള്ള സാഹചര്യങ്ങളെ ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവമാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നതെന്നും ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കേണ്ടതെന്നുള്ള ആ വലിയ ബോധ്യം ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ കനാന്യ സ്ത്രീ വിളിക്കുന്ന 2 പേരുകളുണ്ട് കർത്താവിന്. അതിനെക്കുറിച്ച് ഒരു വിശദീകരണമാണ് ഇന്ന് പകലത്തെ ഈ ആരാധനയിൽ ഞാൻ നിങ്ങൾക്ക് നൽകുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ചുമ്മാ ഒരു പേര് പറയുന്നത് കൊണ്ട്, ഒരു നാമം പറയുന്നത് കൊണ്ടൊന്നും അത് കാര്യമില്ലെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അതിന്റെ അർത്ഥം അറിഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ അകത്തെ ശക്തി നമ്മുടെ മേൽ വരുവാനിടയാവും. കാര്യം അറിയാതെ പറഞ്ഞാൽ അതുകൊണ്ട് യാതൊരു വിജയവും ഇല്ല. എന്തൊക്കെയാണ് നമ്മൾ വിളിച്ചത്? കർത്താവേ, ദാവീദ് പുത്ര. ഈ 2 പദങ്ങൾ, ഒന്ന് വ്യക്തിപരമായ അനുഭവത്തിലും മറ്റൊന്ന് സമൂഹപരമായിട്ടുള്ള ലോകപരമായിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള വിളിയാണ്. എന്താണ് കർത്താവേ എന്ന് വിളിക്കുന്നതിന്റെ അടിസ്ഥാനം? എല്ലാവർക്കും കർത്താവേ എന്ന് വിളിക്കാൻ പറ്റുമോ? എല്ലാവരും വിളിക്കുന്നുണ്ടോ? കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന അനേകം വിളിക്കുന്നുണ്ട്. അങ്ങനെ ചുമ്മാ വിളിക്കാൻ ഒക്കത്തില്ല. വിളിക്കുന്നവൻ കാര്യം പറഞ്ഞ് വിളിക്കണം. കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നവനെന്നാണ്. നമ്മുടെ ജീവിതം പിശാചിന്റെ കർത്തൃത്വത്തിൽ നിന്ന് യേശു കർത്താവിന്റെ കർത്തൃത്വത്തിലേക്ക് നമ്മൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ പിന്നെ നമ്മുടെ ചിന്ത, നോട്ടം, വാക്ക്, പ്രവൃത്തി, ആലോചന എല്ലാം കർത്താവിന്റെ കൺട്രോളിലായിരിക്കും. പിന്നെ നമ്മൾ ആലോചന കർത്താവിൽ നിന്ന് പ്രാപിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് എന്റെ ഇഷ്ടത്തിന് നടന്നാൽ നമ്മളെ നിയന്ത്രിക്കുന്ന കർത്താവല്ല, പരിശുദ്ധാത്മാവല്ല, പകരം നമ്മൾ തന്നെ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് പറയുകയാണ് എന്റെ കർത്താവ് കർത്താവെന്ന് പറയുന്നവരല്ല. അപ്പൊ എങ്ങനെയാണ് കർത്താവ് എന്ന് പറയാൻ ഇടയാകുന്നത്? ദൈവത്തിന് സ്തോത്രം. റോമർ 10:9 അതിന്റെ അടിസ്ഥാനമായ വാക്യം കിടക്കുന്നത്. ചിലർക്ക് അത് അറിയാം. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവനാണെന്ന് വിശ്വസിക്കാത്തടത്തോളം കാലം നാം കർത്താവെ എന്ന് വിളിക്കുന്നതിൻ്റെ അകത്ത് യാതൊരു അർത്ഥമില്ല. ചേർത്തല സഭയിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് അതിനടുത്തൊരു കത്തോലിക്കരുടെ വലിയൊരു കോംപ്ലക്സ് ഉണ്ട്. അവിടെ മംഗലപ്പുഴ സെമിനാരിയിൽ പഠനം കഴിഞ്ഞു വന്ന ചില അച്ഛന്മാർക്ക് പ്രാക്ടിക്കലായിട്ടുള്ള പരിശീലനം കൊടുക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ ഒരച്ഛൻ, കൊച്ചച്ഛൻ, പട്ടം കിട്ടിയിട്ടില്ല, ഫുൾ അച്ഛനായിട്ടില്ല, ബ്രദർ എന്താണെന്ന് പറഞ്ഞു. അദ്ദേഹം ഇതിൻ്റെ മുമ്പ് കൂടെ ഒക്കെ പോകുമ്പോൾ ഈ വാക്യമൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ട് പുള്ളിക്ക് രസം തോന്നിയിട്ട് ഒരു ദിവസം ഞാൻ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബ്രദർ കയറി വന്നു. അതായത് സാധാരണ കയറി വരുന്നതല്ല, കയറി വന്നിട്ട് എന്നോട് കുറേ കാര്യം, എനിക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അറിയാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ലൊരു ഏരിയ നമുക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ഞാനും ഇരിക്കും. പക്ഷെ വന്നത് പുള്ളി നമ്മുടെ സമയം മെനക്കെടുത്താനാണ് വന്നത്. പുള്ളി സോഷ്യോളജിയെക്കുറിച്ചും മറ്റതിനെക്കുറിച്ചും മറിച്ചതിനെക്കുറിച്ചും ഒക്കെ പറയുക. 10-12 വർഷം പഠിച്ചാണെന്ന് ഓർത്തോണം. പഠിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്നാ പഠിക്കുന്നത് ഇവര് എനിക്കറിയത്തില്ല. അവസാനം മന്ത്രവാദം കൂടെ പഠിപ്പിച്ച് അവിടെ ആരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഒന്നും പറ്റിയില്ലെങ്കിൽ അതെങ്കിലും നടക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദറിൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട് ഈ ബൈബിൾ തന്നെയാണോ സെമിനാരി പഠിപ്പിച്ചതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2-3 കാര്യങ്ങൾ ചോദിക്കട്ടെ, അതിൻ്റെ മറുപടി ഒന്ന് പറയാമെങ്കിൽ നമുക്ക് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് ഈ സമയം നടക്കുന്ന താല്പര്യം ഫാസ്റ്റ് ചോദിച്ചോളാം. അപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവായ യേശു ക്രിസ്തു ഈ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വന്ന ഏക രക്ഷകനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ മുഴുവൻ ഈ ഭാരതം പോലുള്ള രാജ്യത്ത് യേശു മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് നിലനിൽപ്പുണ്ടാകത്തില്ല. അതുകൊണ്ട് എല്ലാ മതങ്ങളിലും രക്ഷയുണ്ടല്ലോ പുള്ളി പറയാം. ശരി, ഞാൻ ചോദിച്ചു, കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു എന്ന് ബ്രദർ വിശ്വസിക്കുന്നുണ്ടോ? ബ്രദർ പുള്ളി പറയാം ഉണ്ട്. അതിപ്പം എല്ലാവരും വിശ്വസിക്കില്ല. മഹാത്മാഗാന്ധി മരിച്ചെങ്കിലും ഇന്നും പുള്ളി നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
യേശു ക്രിസ്തു തന്റെ സഭയാക്കി മരിച്ചടക്കപ്പെട്ട ഏതെങ്കിലും ഉലക മഹാന്മാരകിലും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. എന്നാൽ നമ്മുടെ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ. യേശു ഉയരത്തിൽ. എന്തിനാണ് കർത്താവ് ഇപ്പൊ ഉയരത്തിലോട്ട് പോയി? ഇപ്പൊ കർത്താവ് എവിടെയാ? ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് മറുപടി പറയുന്ന മണ്ടത്തരമാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇവിടുന്ന് ഇത് ക്ലാസ് റൂം ആണെങ്കിലും ആരെയും ഇറക്കി വിടത്തില്ല. ഇവിടെ എപ്പോസിഷനും ഉണ്ടായിരിക്കുന്നതല്ല. തെറ്റു പറ്റിയാൽ ഞങ്ങളെല്ലാം കൂടെ ഒന്ന് ചിലപ്പോൾ ഒന്ന് ചിരിച്ചെന്നിരിക്കുക. അത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കർത്താവ് വിശ്വാസം. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ഇപ്പൊ എവിടെയായിരിക്കുന്നത്? മാഷർക്കൊക്കെ അറിയാം, നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാം. ദയവായിട്ട് പറഞ്ഞു, അറിയാത്തവരോടൊന്ന് കേട്ടോട്ടെ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുക. എന്തിനായിരിക്കും കർത്താവ് അവിടെ ഇരിക്കുന്നത്? എൻ്റെ പൊന്നെ, ഞാൻ 10-30 വർഷം ഈ ഭൂമിയിൽ കഷ്ടപ്പാടെല്ലാം ചെയ്ത് 33 വയസ്സ് വരെ ഇവിടെ ജീവിച്ച് ഇനി കുറച്ച് ആശ്വസിക്കാൻ വേണ്ടിയാണ് അവിടെ പോയിരിക്കുന്നത്. അല്ല, തനിക്ക് വേണ്ടി പിതാവിനോട് തന്നോട് പിതാവിനോട് അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാനായിട്ടാണ് കർത്താവ് അവിടെ. രക്ഷിക്കപ്പെട്ട ദൈവങ്ങളെ കുറിച്ച് പിശാച് അപവാദങ്ങൾ പറയുമ്പോൾ യേശു തമ്പുരാൻ പിതാവിനോട് എൻ്റെ രക്തം കൊണ്ട് ഞാൻ അവനെ വിലയ്ക്ക് വാങ്ങുന്നത്, അവനെ ഇപ്പോൾ ഉപദ്രവിക്കരുത്, അവൻ മടങ്ങി വരാനായിട്ടുള്ള സമയം കൊടുക്കണം പിതാവേ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി സദാ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറവ് സംഭവിച്ചാൽ അതുകൊണ്ട് ജീവിതം തീരുകയല്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ അതിനെക്കുറിച്ച്, രക്ഷയുടെ ഭദ്രതയെ കുറിച്ച് ഒരു ദൈവദാസൻ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞ് ഞാൻ പറയാം. ഇത് ഒരു സർക്കസ് കൂടാരത്തോട് ഉപയോഗിച്ചാണ് ഈ രക്ഷയുടെ അനുഭവത്തെ അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അകത്ത് പലതരം അഭ്യാസങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ട്രിപ്പീസ് ആടുന്നവരുണ്ട്, മറ്റു പല സൈക്കിൾ അഭ്യാസം നടത്തുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഈ ട്രിപ്പീസ് ആടുന്ന ആളുകൾ ഉയരത്തിൽ നിന്ന് വീണ് ചത്തുപോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ അടിയിൽ എന്തുണ്ട്? ഒരു നെറ്റ് വിരിച്ചിട്ടുണ്ട്. കാരണം ഒരു അഭ്യാസം അത്രയും വരെ ആക്കി എടുത്തതിൻ്റെ ബുദ്ധിമുട്ട് അതിന് ഉടമസ്ഥൻ അറിയാം. അതുകൊണ്ട് പെട്ടെന്ന് കയ്യോ കാലോ ഒടിഞ്ഞ് അവന് ഷെഡിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു വല വിരിച്ചിട്ടുണ്ട്. അതാണ് രക്ഷ എന്ന് പറയുന്നത്. മനസ്സിലായി? നമുക്ക് രക്ഷയുടെ ഭദ്രത ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ വീണവനെ സംബന്ധിച്ച് അവനിങ്ങനെ വീണു, അവന് പിന്നെ തോന്നുകയാണ് എൻ്റെ അവനെ ഇത് ഭയങ്കര നാളെ വലിയ അഭ്യാസമാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചാടിയതാ. ഇങ്ങോട്ട് വന്ന പെണ്ണിൻ്റെ കയ്യെ പിടിക്കാൻ എനിക്ക് പറ്റിയില്ല, താഴോട്ട് വീഴുകയും ചെയ്തു. എന്നാൽ ഇനി ഇവിടെങ്ങാണ്ട് ഒതുങ്ങി കിടന്നേക്കാന്ന് പറഞ്ഞ് ആ വലയ്ക്കകത്ത് തുടർന്ന് കിടക്കാൻ അതിൻ്റെ ഉടമസ്ഥൻ അനുവദിക്കത്തില്ല. എന്താണെന്നറിയാമോ? ഈവൻ ഇവിടെ കിടക്കുന്നതുകൊണ്ട് മേളിലുള്ള അഭ്യാസികൾക്ക് ശരിക്കും അഭ്യാസം നടത്താൻ ഒക്കത്തില്ല. പിന്നെ അവൻ തികഞ്ഞൊരു അഭ്യാസിയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? അവൻ ഉടൻ തന്നെ എഴുന്നേറ്റ് ആ ഗോവേണി വഴി കയറി അഭ്യാസം പൂർത്തീകരിക്കും. അവൻ അവിടെ കിടക്കാതിരുന്നാൽ ഉടമസ്ഥൻ വന്ന് കാലുകൊണ്ട് വന്നടിക്കുന്ന പോലെ അടിച്ചാല് കൈകൊണ്ട് വലിച്ചെടുത്ത് അവനെ വലയ്ക്കകത്തുനിന്ന്. അപ്പൊ മനസ്സിലായി, രക്ഷ നഷ്ടപ്പെടുവോ? നഷ്ടപ്പെടും. രക്ഷ ഭദ്രമല്ലേ? ഭദ്രമാണ്. സ്തോത്രം. ഈ അഭ്യാസിക്ക് ഈ വല ഭദ്രമാണെന്ന് വീണാൽ താങ്ങാൻ സ്വർഗത്തിലെ ദൈവമുണ്ട്. വീണവൻ അവിടെ കിടന്ന് അവൻ ഉരുളാനല്ല ഈ വല. അവൻ എന്റെ ശത്രുവായവളെ ഞാൻ വീണു എങ്കിലും മിഖയുടെ പ്രവചനത്തിലാണ് ഞാൻ എഴുന്നേൽക്കും, നീ എന്നെ ചൊല്ലി സന്തോഷിക്കേണ്ട. വീണവരെ ചൊല്ലി ലോകം സന്തോഷിക്കുമ്പോൾ, സഭയിലുള്ള പലരും സന്തോഷിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം അവൻ പിതാവിനോട് യേശു കർത്താവേ അവൻ വീണുപോയി അവനെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന അവൻ ഒരു തമ്പുരാൻ സ്വർഗത്തിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ സ്തോത്രം പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ബോധ്യം അനുസരിച്ച് ആ രക്ഷയിലേക്ക് മടങ്ങി വരിക. അപ്പോൾ അതാണ് വ്യക്തിപരമായിട്ട് കർത്താവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ചു എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ദൈവങ്ങൾക്ക് അറിയാം. ഞാൻ അവിടേക്ക് പോകുന്നില്ല, സമയമില്ല. പിന്നെ അടുത്ത വിളി എന്ന് പറയുന്നത് ഇത് പേഴ്സണൽ, മറ്റേത് ദാവീദ് പുത്രൻ എന്നുള്ള വിളിയാണ്. ദാവീദ് പുത്രൻ യേശു ക്രിസ്തു ആരും കൂടെയാണ്? ദാവീദിന്റെ. അതാണ് പൗലോസ് പറയുന്നത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാണ് ഞങ്ങളുടെ സുവിശേഷം ലേഖനത്തിലാണ്. അപ്പോൾ ദാവീദ് പുത്ര എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന് പുത്രൻ എന്നുള്ള പദവിയുണ്ട്. വേദപുസ്തകത്തിൽ 5 വിധ പുത്രത്വ പദവിയാണ് വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാന് കൊടുത്തിട്ടുള്ളത്. സ്തോത്രം. ആ 5 എണ്ണം പറഞ്ഞിട്ട് അതില് ഒരെണ്ണമോ
രണ്ടെണ്ണവും കൂടെ ഒന്ന് വിശദീകരിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ കർത്താവിനെ കുറിച്ച് അറിയും തോറും നമുക്ക് സ്നേഹം കൂടുകയില്ല. അവനെ കുറിച്ച് പൗലോസ് പറയുന്നത് അവനെയും അവന്റെ മരണത്തെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും എല്ലാം എനിക്കറിയണം. മരണം കൊണ്ട് തീരുന്ന ജീവിതത്തിലല്ല, പുനരുത്ഥാനമുണ്ടത്. പുനർജന്മമല്ല നമുക്കുള്ളത്. എന്താണ്? പട്ടിയായിട്ടും പൂച്ചയായിട്ടും കാളയായിട്ടും കഴുതായിട്ടും വരുമെന്നൊക്കെ ഓരോന്നും വിശ്വസിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ സൃഷ്ടികളുടെ മകുടമായി സൃഷ്ടിച്ച മനുഷ്യനേക്കാൾ അവൻ ശ്രേഷ്ഠമായ ദൂതതുല്യന്മാരായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പ് അധികം കിട്ടുന്നുണ്ട്. അല്ലാതെ അധമമായ ഏതെങ്കിലും എഴുതിയന്തുക്കളായിട്ട് നമ്മളൊന്നും ഇനി അടുത്ത ജന്മത്തിൽ അങ്ങനെ ഒരു ജന്മം എന്ന് പറയാൻ നമുക്കില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. നമുക്കുള്ളത് നിത്യ ജീവിതമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ പുത്രത്വ പദവി ഒന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ 5 പുത്രത്വ പദവിയെ കുറിച്ച് ഞാൻ പറയും. അതിൽ 1-ഓ 2-ഓ മാത്രം ഈ പറഞ്ഞ 12, 30 മാത്രം 40 അല്ലെങ്കിൽ എന്നെ ഒന്ന് ഓർമ്മിച്ചാൽ മതി. കാരണം സ്കൂളല്ലേ, ഞങ്ങൾക്ക് പ്രസവിക്കുന്നവർക്ക് ആവേശമൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇന്ന് പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ സ്കൂളിന്റെ അധികാരികൾ പറയും എല്ലാവരും അടുത്ത ആഴ്ച മുതൽ വെളിയിലോട്ട് പൊക്കോളാൻ പറയും. അത് നമുക്ക് വരാൻ നോക്കുകയായിരുന്നു. വായിച്ചേ മർക്കോസ് 1:1. ദൈവപുത്രനായ അപ്പൊ യേശു ക്രിസ്തു ആരാണ്? ദൈവത്തിന്റെ പുത്രൻ. യേശു ക്രിസ്തു ദൈവപുത്രനല്ല നിന്ന് ലോകത്തിലെല്ലാം തെളിയിച്ചുകൊണ്ടിരിക്കുക. ആരാ തെളിയിക്കുന്നതിന് മുമ്പ് നിൽക്കുന്നത്? ഇസ്ലാം യേശു ദൈവപുത്രനല്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് വേദപുസ്തകവുമായിട്ട് ഒത്തുപിടിക്കാൻ ഇവന്മാർ ലോകം മുഴുവൻ വന്ന് നടക്കുക. അതിന്റെ കുറെ യുക്തിവാദികളും കൂടിയിട്ടുണ്ട്. അവർക്ക് പിന്നെ ഒന്നും ദൈവമല്ലെന്ന് തെളിയിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഓർത്തോണം, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. അപ്പൊ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവര് ദൈവത്തിന്റെ ആത്മാവിനാലാണ് ഈ വചനം എഴുതിയതെന്നും വിശ്വസിക്കണം. ദൈവത്തോളം തന്നെ ശക്തി ദൈവത്തിന്റെ വചനത്തിനുമുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അവൻ ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അതിലുള്ള സകലത്തെയും ചമച്ച സൃഷ്ടിതാവാണ്. അവൻ സൃഷ്ടിക്കാൻ കഴിവുള്ളവരാണ്. ഇന്ന് പകൽ ഇവിടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങളുടെ ശരീരം പ്രായം കൊണ്ട് ചൊളിഞ്ഞതാണെങ്കിലും, നിങ്ങളുടെ ശരീരം രോഗം കൊണ്ട് ബാധിതമാണെങ്കിലും, നിങ്ങളുടെ ഔദ്യോഗിക മണ്ഡലമോ വിദ്യാഭ്യാസ മണ്ഡലമോ സാമ്പത്തിക മണ്ഡലമോ തിരിച്ചു വരാതെ വണ്ണം നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ കഴിയാത്തത് തകർന്ന തരിപ്പണമാണെങ്കിലും സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ നമ്മുടെ നടുവിൽ നിന്ന് യേശു ഇവിടെ സമായോഗത്തിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒക്കെ സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ച് ക്ഷേമന്വേഷിച്ചു പോകാനല്ല വന്നത്. യേശു വരുന്നത് നിങ്ങളുടെ തകർന്ന ജീവിതത്തെ പണിതെടുക്കാൻ വേണ്ടിയാണ്. ജീവിതത്തിന്റെ വേദനയുടെ മേഖലകള് യുകെയിലാണെന്ന് പറഞ്ഞ് സന്തോഷിച്ച് തുള്ളിച്ചാടുന്നില്ലല്ലോ. നമ്മൾ തീരുന്ന അനുഭവങ്ങള് എന്ന് പകൽ കാണുന്ന സൃഷ്ടിതാവായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മുടെ അടുക്കൽ അയച്ചത് അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ പിടിച്ചു വരുത്താൻ അവൻ കൈമോശം വന്ന ചിലതല്ല. സമാധാനമാണോ, ആരാധനയാണോ, കുടുംബജീവിതമാണോ, ഔദ്യോഗിക ജീവിതമാണോ, ആരോഗ്യമാണോ, അതിനെയൊക്കെ വിളിച്ചു വരുത്തി മടക്കി തരുവാൻ കേൾപ്പുള്ള ദൈവപുത്രനാണ് നമ്മുടെ കർത്താവായ യേശു. അതുകൊണ്ട് എന്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഓർത്തോണം, അവൻ സൃഷ്ടിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. മാത്രമല്ല പുതുതായി ചിലത് സൃഷ്ടിക്കുവാനും ദൈവത്തിന് കഴിയും. ഒരു പുതിയ തസ്തിക സൃഷ്ടിക്കാൻ ദൈവത്തിന് കഴിയും. പുതിയ ഒരു വാതിൽ തുറക്കുവാൻ ദൈവത്തിന് കഴിയും. ഇല്ലാത്തടത്ത് പുതിയൊരു വേക്കൻസി ഉണ്ടാക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. സർവശക്തനായ ദൈവമാണ്. ദൈവം തുറന്ന് വിളിക്കേണ്ട കാര്യമില്ല. വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നവർക്ക് അനുഭവമായിട്ട് തീരണം. രണ്ടാമത്തെ കർത്താവിന്റെ പദവി എന്താണെന്ന് മത്തായി സുവിശേഷം 20:28 രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലയിടത്തുണ്ട്. എങ്കിലും റെഫറൻസിന് വേണ്ടി ആ വാക്യം മാത്രം വായിക്കുന്നു, കുറിച്ചെടുക്കുകയോ മനുഷ്യൻ സൂക്ഷിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. രണ്ടാമത്തെ വാക്യം മത്തായി 20:28. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാൻ. അപ്പൊ മതി. ആരാണ് യേശു ക്രിസ്തു? മനുഷ്യ. യേശു എങ്ങനെയാണ് ജനിച്ചത്? മനുഷ്യപുത്രനായിട്ടാണ് ജനിച്ചത്. ഒരു ദൂതനായിട്ട് അവതരിച്ചു വരികയല്ല, അമാനുഷികമായ ഒരു ശക്തിയായിട്ട് ഇവിടെ പറക്കൊന്നുമല്ല. യേശു ദൈവപുത്രനായിട്ട് പറക്കണമെങ്കിൽ അത്ഭുതകരമായ ഒരു പറവ എടുക്കാമായിരുന്നു. എന്നാൽ
മനുഷ്യരെ രക്ഷിപ്പാൻ മനുഷ്യനോടുള്ള ബന്ധത്തിൽ മനുഷ്യപുത്രനായിട്ടാണ് ദൈവമായ കർത്താവ്. മൃഗത്തെ രക്ഷിക്കാൻ പദ്ധതി ഇല്ലാത്തതുകൊണ്ട് മൃഗമായിട്ടൊന്നും ജനിച്ചിട്ടില്ല. ഓരോ മൃഗവും ദൈവവും അല്ല. മൃഗം ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരൊക്കെ അവരെ ഉണ്ടാക്കിയ അവരെ പോലെ തന്നെ ആയിപ്പോയെന്നാണ്. എന്നാൽ മനുഷ്യനെ എന്തുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് തീരുമാനിച്ചത്? മനുഷ്യനോട് ദൈവത്തിന് സംസാരിക്കണമായിരുന്നു. ആമേ. അതിന് മേളിൽ തന്നെ ഇരുന്നാൽ ഒക്കത്തില്ല. ഒരിക്കലേ ഈ ഒരു സന്യാസി ഭയങ്കര സാധുവായ, അത് ഒന്നിനെ ഉപദ്രവിക്കത്തില്ല, ഒരു ഉറുമ്പിനെ പോലും കൊല്ലത്തില്ല. അങ്ങനെയുള്ള ആ സന്യാസി നടന്നു പോയ വഴിക്ക് ഭയങ്കര മഴ വരുന്നു. എന്ന് പറഞ്ഞാൽ ഇടി ചതച്ചു കുത്തി പെയ്യുന്ന ഒരു മഴയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ തോടിൻ്റെ സൈഡിൽ ഇങ്ങനെ കൂടെ വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പുള്ളി അവരോട് വിളിച്ചു പറയുക, ഭയങ്കര മഴ വരാൻ പോവാ, നിങ്ങളെല്ലാം ഈ വീടും കൂടുമ്പോൾ പടന്നുകൊണ്ട് ഇവിടെ നടന്നോ, ഒലിച്ചു പോകും, കയറിപ്പോ എന്ന് പുള്ളി പറയും. കുറച്ചു നേരം പറഞ്ഞിട്ട് ഇതുങ്ങൾക്ക് വല്ലതും അറിയാമോ? ഉറുമ്പിന് മനുഷ്യൻ്റെ ശബ്ദം തിരിച്ചറിയാം. അവസാനം പുള്ളിക്ക് ഇതുങ്ങളെ കൊല്ലാനുള്ള ചാകുന്നതിനുള്ള വേദന കാരണം പുള്ളി എന്ത് ചെയ്തു? കുറേ നേരമൊക്കെ നോക്കി കാർമേഘം കൂടി വരിക, എന്ത് ചെയ്യും ഇതിനെയൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം മനുഷ്യൻ വാരി എടുത്തു കഴിഞ്ഞപ്പോൾ താടിയിലും മേത്തും നോത്തും എല്ലാം ഇത് കയറിയിട്ട് കടിക്കാൻ തുടങ്ങി. ഇതിനെയൊക്കെ രക്ഷിക്കാനായിട്ട് ഞാൻ ഇതിനെയല്ല കയ്യിലെടുത്തപ്പോൾ ഇതല്ല എന്നെ കടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിങ്ങളുടെ തിരുവി. അപ്പൊ ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്തവന് കൈ കിട്ടിയതിനെയല്ല കൊല്ലേണ്ടി വന്നു. എടാ, ഉറുമ്പിനോട് ഉറുമ്പിന്റെ ഭാഷയിൽ പറഞ്ഞാലല്ലേ മനസ്സിലാകത്തുള്ളൂ. മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ മനുഷ്യനായിട്ട് ഇവിടെ അവതാരം ചെയ്യും. ഒരുവനെ പോലെ ഇവിടെ വേദന അനുഭവിച്ച് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ഒരു സാധാരണ കുടുംബത്തിൽ പറഞ്ഞ് അവൻ മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അന്നത്തെ യഹൂദ സമുദായത്തിന്റെ വിലക്കുകൾ എന്തൊക്കെയാണെന്ന് അനുഭവിച്ചതിന്റെ തീവ്രതകള്, അവൻ സങ്കടപ്പെട്ട് ആരും സഹായിപ്പല്ലാതെ കനാന്യ സ്ത്രീയെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള നമ്മുടെ കർത്താവ് എന്ന് പകല് മനുഷ്യപുത്രൻ എന്നുള്ള പദവി അവൻ നിൽക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നമ്മുടെ വേദനകളെ ഒപ്പിയെടുക്കാൻ വേണ്ടി. നാം അനുഭവിക്കുന്ന പലതും അവൻ തന്റെ വേദനകളായിട്ട് താൻ ഉൾക്കൊള്ളുകൊണ്ട് തന്നെ അവൻ നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മെ സഹായിപ്പാൻ കർത്താവ് മനുഷ്യവേഷത്തിൽ ഇവിടെ വന്നത്. മനുഷ്യവേഷത്തിൽ വന്നുകൊണ്ട് അവൻ ഇവിടെ തന്നെ ഇരിക്കുകയല്ല, അത് ഊരി വെച്ചേറ്റ് വന്നതാ. തിരികെ ചെന്നതെല്ലാം വിട്ട് ആ പദവിയിൽ തന്നെ ഇരിക്കുകയാണ്. മൂന്നാമത്തേതാണ് ഇപ്പൊ നമ്മൾ വായിച്ചെടുത്ത് ദാവീദിന്റെ പുത്ര യേശുവേ, കർത്താവേ ദാവീദ് പുത്ര. അതിപ്പോ മത്തായി സുവിശേഷം 22:15-22 വാക്യം. നാലാമത്തേത് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. നാലാമതൊരു പദവി, പുത്രത്വ പദവി യേശു ക്രിസ്തുവിനുള്ള. ഒന്നാമത്തേത് ദൈവപുത്രൻ, രണ്ടാമത്തേത് മനുഷ്യപുത്രൻ, മൂന്നാമത്തേത് ദാവീദിന്റെ പുത്രൻ, നാലാമത്തേത് ആമേൻ സ്തോത്രം ഗലാത്യ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ. വേഗത്തിലൊന്ന് വായിക്കാമെങ്കിൽ ഇനിയുള്ള സമയങ്ങൾ വളരെ ചുരുക്കമാണ്. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന ഏകനെ കുറിച്ച് അത്രയും പറയുന്നത് ക്രിസ്തു തന്നെ. അത് ക്രിസ്തു തന്നെ. അപ്പൊ അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ആരാണ്? അത് യേശു ക്രിസ്തു. ക്രിസ്തുവിൽ കൂടെ വീണ്ടെടുപ്പ് പ്രാപിക്കുന്ന ദൈവമക്കൾക്ക് ആലങ്കാരികമായിട്ട് ലഭിക്കുന്ന ഒരു പദവിയാണ് നമ്മൾ അബ്രഹാമിന്റെ മക്കൾ. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിനെ അനുഗ്രഹിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞത്, നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നീ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അവൻ നിന്നാൽ ഭൂമിയിലെ സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെട്ടു. അപ്പൊ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഓർത്തോണം. നമ്മൾ വെറുതെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു വന്ന് ഏതെങ്കിലും സഭയിൽ കയറിയതല്ല. അബ്രഹാമിന്റെ സന്തതികളായിട്ട്. എന്നാൽ അത് ആരെ കുറിച്ചാണ് പറയുന്നത്? യേശുവിനെ കുറിച്ചാണ്. അബ്രഹാമിനെ കുറിച്ച് വലിയ കാര്യം പറഞ്ഞപ്പോൾ യേശു അവരോട് പറഞ്ഞു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാനുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നിനക്ക് അതിന് എത്ര വയസ്സായി? 10-30 വയസ്സ്, 50 വയസ്സ് പോലും നിനക്ക് ആയിട്ടില്ല. ഇന്നലെയാണ് അബ്രഹാമിനെ കാട്ടി മുമ്പേ. അതെ, അബ്രഹാം ദൈവത്താൽ അവൻ ഉൽപാദിതനായി ജനിക്കുന്നതിന് മുൻപ് തന്നെ അവൻ ദൈവത്തിന്റെ തിരുഹൃദയത്തിനകത്ത് ഞാനുണ്ടായിരുന്നു, നിങ്ങളുണ്ടായിരുന്നു.
ദൈവത്തിന് അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അവൻ നമ്മെ കണ്ട ഒരുവനാണ് അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആരും അവൻ അഴന്ന് ഉഴന്ന് നടക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെ അറിയാവുന്ന ഒരുവനുണ്ട്, അറിയാവുന്നവരുണ്ട്, കുടുംബത്തെ അറിയാവുന്നവരുണ്ട്, അവൻ എന്റെ ജോലി അറിയാവുന്നവരുണ്ട്, അവൻ എന്റെ മുൻകാലവും ഇപ്പോഴുള്ളതും വരുംകാലവും ഒരുപോലെ അറിയാൻ കഴിവുള്ളവരാണ്. ഭാവിയെ കുറിച്ച് ആശങ്ക എന്തിനാ ആശങ്കപ്പെടുന്നത്? എല്ലാം അറിയാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെങ്കിൽ എന്തിനാശങ്കപ്പെടുന്നു, ആകുലപ്പെടുന്നു? അവന്റെ കരകളിൽ നാം കടന്നു പോകേണ്ട ചില ജീവിത വഴിത്താരകളുണ്ട്, അവൻ ചില നാഴിക കല്ലുകളുണ്ട്. അതിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോയേ മതിയാകുകയുള്ളൂ. അതിന്റെ പൂർണ്ണതയുള്ളവരായി എത്തുവാനാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഇനി അടുത്ത ഒരെണ്ണം ഉള്ളത് മത്തായി സുവിശേഷം 3:16-17 യേശുവിന്റെ സ്നാന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടാകുന്നത് നിങ്ങൾ വായിക്കുന്നുണ്ട്. 3:16-17 ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അഞ്ചാമത്തെ കർത്താവായ യേശുവിന്റെ പുത്രത്വ പദവി എന്ന് പറയുന്നത് പ്രിയപുത്രൻ എന്നുള്ളതാണ്. ഒരാൾ ആ പദവിയിൽ വരുന്നത് എപ്പോഴാണ്? ദൈവത്തിന്റെ ഇഷ്ടമായ കർത്താവിന്റെ കൽപ്പനയായ സ്നാനം സ്വീകരിക്കുമ്പോഴാണ് ആ പദവിയിലേക്ക് വരുന്നത്. സ്നാനം വേണ്ടാത്തവർക്ക് വേണ്ട, കുഴപ്പമൊന്നുമില്ല. ഈ പദവികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ദൈവപുത്രൻ ആമേൻ, ഞാൻ നിങ്ങൾ പ്രസാദിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമോ? മനുഷ്യരുടെ ആലോചന കൊണ്ട് പലരും ദൈവത്തിന്റെ ആലോചനയെ വ്യർത്ഥമാക്കി കളയുമ്പോൾ അപ്പോൾ സമ്മതിക്കാം ഇത് ദൈവത്തിന്റെ നീതിയാണെന്ന് പറഞ്ഞ് സ്വയം സമർപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവ് അന്നേരം വിളിച്ചു, നീ എന്റെ പ്രിയപുത്രൻ. അത് പറയാൻ ഒരു പശ്ചാത്തലം കൂടെ ഉണ്ട്. യേശുവിനെ മറിയയുടെ മോനെന്നും പറഞ്ഞ അവിടെ എല്ലാം പരിചയപ്പെടുത്തി. ഭർത്താവിന്റെ പേര് പറയാതെ ഒരു പെണ്ണിന്റെ പേര് മാത്രം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? അവൻ ആരാണെന്ന് അറിയാൻ മേലാത്ത ഒരുത്തനാണ് ഇവനെന്നാണ് അന്നത്തെ ജനമെല്ലാം പറഞ്ഞ് യേശുവിനെ ഏറ്റവും നിന്ദ്യമാക്കിയത്. എന്നാൽ താൻ ആരുടെ മകനാണെന്നുള്ളതിനെ കുറിച്ച് സ്വർഗം പരസ്യമായി സാക്ഷ്യം പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രനാണ്. ഇതുപോലെ സ്നാനം ഏറ്റെടുത്തവരും അവൻ കർത്താവിന്റെ കൃപയിലേക്ക് വന്നവരും ഒക്കെ പറയണം, അവൻ നാട്ടുകാരും വീട്ടുകാരും എന്തോ പറഞ്ഞോട്ടെ, പക്ഷേ യേശു തമ്പുരാൻ പറയുന്നത് എന്റെ പ്രിയപുത്രനാണ്, ഇവന് എന്റെ പ്രിയപുത്രിയാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ ധാരാളം വകകളാണുള്ളത്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന്റെ സന്തതിക്ക് ധാരാളം അനുഗ്രഹങ്ങളെ ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതില് ഒരെണ്ണം ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. നീ എടുത്ത് വായിക്കണം ദയവായിട്ട്. ഞാൻ ആ കാര്യങ്ങള് പറഞ്ഞു പോയി, കാര്യം എന്റെ സമയം അതിനകത്ത് നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. യേശു ഒരിക്കലും ഒരു സിനഗോഗിലേക്ക് ചെല്ലും. 13-ാം അധ്യായത്തിലാണ്. സിനഗോഗിലോട്ട് ചെന്നിട്ട് പ്രാർത്ഥന പ്രാർത്ഥനയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അറിയാമോ സിനഗോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെരുശലേം ദൈവാലയം എന്താണെന്ന് അറിയാമോ? അത് പഠിപ്പിക്കാനുള്ള നേരം ഇവിടെ ഇല്ല. ദൈവാലയങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശലോമോന്റെ കാലത്ത് ആലയം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ആലയം പൊളിച്ചു കളഞ്ഞു, നശിപ്പിക്കപ്പെട്ടു. പിന്നെ സെരുബ്ബാബേലും പാറ്റോടും എല്ലാം കൂടെ ചേർന്ന് ദൈവാലയം പണിതിട്ടുണ്ട്. പിന്നെ ഹെരോദാവിൽ യേശു ഇരിക്കുന്ന സമയം വന്നപ്പോൾ ഹെരോദാവിന്റെ കാലത്തേക്കുള്ള ദൈവാലയമാണ്. അത് എത്രയോ സംവത്സരം കൊണ്ടാണ് പണിതത് എന്നൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം കൈപ്പണിയായിട്ടുള്ള ക്ഷേത്രമാണ്. കർത്താവ് പറഞ്ഞു, ഈ ക്ഷേത്രത്തിന്റെ ഭംഗി ഉണ്ടെങ്കിലും പള്ളിയുടെ ഭംഗി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ മുന്നേ പോലെ ഇത് കല്ലിന്മേൽ കല്ല് കഴിക്കാതെ പോകാൻ പോവുക, എന്നാൽ പുതിയ ഒരു മന്ദിരം ഞാൻ പണിയും. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരവും ദൈവത്തെ ആത്മാവും നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം. ദൈവശില്പിയായി നിർമ്മിച്ചത് നമ്മളെ മനോഹരമാക്കി എടുത്തിട്ട് സഭയാം സൗധത്തിന് കല്ലിട്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ജീവനുള്ള എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലാണ് ദൈവത്തിന്റെ സ്തോത്രം. സഭ ആലയമാണ്. ആലയം എന്ന് പറയുന്നത് നമ്മളാണ്. എവിടുന്ന സ്തുതി വരേണ്ടത്? പള്ളിക്കകത്തൊന്നല്ല, കപ്പളക്കകത്തൊന്നല്ല. അവൻ ഈ സ്കൂളിന്റെ അകത്ത് വന്നിരിക്കുമ്പോ മാത്രമല്ല, അവൻ കാറിൽ ഇഷ്ടം പോലെ പ്രാർത്ഥിക്കാമല്ലോ. ട്രാഫിക് ചെയ്തിട്ടൊന്നും പൊക്കളല്ലോ. ആത്മാവിലായപ്പോ എനിക്ക് അപ്പുറത്തൊന്നും വന്ന വണ്ടി കണ്ടില്ലെന്നൊന്നും പറഞ്ഞാൽ നടക്കുന്നില്ല. നമുക്ക് തന്നിട്ടുള്ള ആത്മാവ് ഏത് ആത്മാവാണ്? ബോധത്തിന്റെ ആത്മാവ്. വിവരം കേട്ടിന്റെ ആത്മാവിനെ ഇവിടെ പലരും കാണിക്കുന്നുണ്ട്. നമ്മുടെ അതിനൊന്നും പുറകെ പോകേണ്ട കാര്യമില്ല. അപ്പൊ യേശു ഇങ്ങനെ യെരുശലേം ദേവന് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ പോയി എവിടെയൊക്കെ പാർക്കുന്നുണ്ടോ അവിടെയെല്ലാം സ്ഥാപിക്കുന്നതാണ് സിനഗോഗ്. അങ്ങനെ വന്ന് നമ്മുടെ കൊച്ചിയിലും എന്തുണ്ട്? സിനഗോഗ് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ അവർക്ക് അവരുടെ ദൈവത്തെ ആരാധിക്കാൻ ശബത്ത് ദിവസത്തിലാണ് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ് അവർ ആരാധനയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടുന്നത്.
ദൈവത്തിന്. അപ്പൊ ശബത്തിൽ യേശു പല പള്ളികളിലും പോയി പ്രസംഗിച്ചിട്ടുണ്ട്. പോലീസും മറ്റുമൊക്കെ പല പള്ളികളിൽ പോയി. അതെല്ലാം എന്നുവെച്ചാൽ ദൈവാലയത്തിലല്ല, യേശുവിന്റെ ശേഷമാണ് ദേവാലയം നശിപ്പിക്കപ്പെടുന്നത്. എങ്കിലും ആണ്ടിലൊരിക്കലൊക്കെയാണ് ദൈവാലയത്തിലേക്കുള്ളവരുടെ പോക്കും ആരാധനകളെല്ലാം നടക്കുന്നത്. ബാക്കിയെല്ലാം ഈ സിനഗോഗുകളിലാണ്. കർത്താവിന്റെ സ്തോത്രം. കേട്ടോ, കർത്താവിന്റെ പ്ലാനിൽ അങ്ങനെ പണ്ട് മുതലേ അതെല്ലാം എന്താണ്? ദൈവത്തിന്റെ ആലയമാണ്, അവിടെ ദൈവത്തിന്റെ സഭയാണ്. ആ ക്ലാസ് റൂമാണോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. അവിടെ ദൈവ തമ്പുരാന്റെ സാന്നിധ്യം ഉണ്ടോ, 2 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നുണ്ട്. നടുവിൽ ഞാനുണ്ട്. ഇവിടെ നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ട്. കർത്താവ് നോക്കുമ്പോൾ കൂനിയായ ഒരു സ്ത്രീ വരും. എല്ലാ ആഴ്ചയിലും കൂനിയായിട്ട് വന്ന് കൂനിയായിട്ട് തിരിച്ചു പോവുക. നമ്മുടെ കർത്താവിനെ അത് സഹിച്ചില്ല. അതിനല്ലല്ലോ കർത്താവ് വന്നത്. എളിയവരോട് സദ്വർത്തമാനം അറിയിപ്പാനും പീഡിതരെ സ്വതന്ത്രരായി വിട്ടയപ്പാനും രോഗികളെ സൗഖ്യമാക്കാനും ഒക്കെ അധികാരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിഷേകം അവൻ പ്രവൃത്തിയിലേക്ക് വെളിപ്പെട്ട് വരണം. വരാത്തിടത്തോളം കാലം അഭിഷേകത്തിന്റെ ശക്തി ഉണ്ടെന്ന് നമ്മൾ പറയാറുള്ളത്. എന്നൊരു വീട്ടിലിരുന്ന് സഭയ്ക്കകത്ത് എത്ര കൈയടിച്ചാലും അതൊരു ശക്തിയുണ്ട്. പിന്നെ അല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വാസ്തവത്തിൽ ആ ശക്തി നമ്മളെ മറ്റു ചിലതിലേക്ക് നയിക്കുവാനിടയാണ്. യേശുവിൽ നിന്ന് ശക്തി ഉറപ്പെട്ടു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ടുണ്ടോ? അടുത്തിരിക്കുന്നവരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന സ്ഥലത്തോട്ട് ആ ശക്തി വ്യാപരിച്ചിട്ട് സ്വതന്ത്രം ഒരു പ്രവൃത്തി അതിലെ പിന്തുടർന്ന് വന്നിട്ടുണ്ടോ? യേശുവിനെ അഭിഷേകം ചെയ്ത ശക്തി അപ്പോൾ തന്നെ വ്യാപരിച്ചു. യേശു അവിടെ കുനിഞ്ഞു വന്നപ്പോൾ തന്നെ പറഞ്ഞു, നമ്മുടെ ഇവിടെ കൂടഴിക്കാനാണല്ലോ ദൈവനെ ഇങ്ങോട്ട് അയച്ചത് എന്ന് പറഞ്ഞു. അവളുടെ കൈക്ക് പിടിച്ചിട്ട് അവളോട് സ്ത്രീയെ നീ നിവരാൻ പറഞ്ഞു. ദൈവത്തിന് സ്വന്തം. പക്ഷെ ഇത് ശാപത്തില. അവരുടെ ആരാധന ശാപത്തില. ശാപത്തിൽ ഓരോ പണിയും ചെയ്യാനൊക്കത്തില്ല, കാപ്പാട് പോലും ഉണ്ടാക്കാനൊക്കത്തില്ല. വേണമെങ്കിൽ തലേദിവസം ഉണ്ടാക്കി വെച്ചോളാം. അതിനെ യേശു ശബ്ദത്തിന് കർത്താവാണെന്നൊക്കെ പറഞ്ഞ വാക്യങ്ങൾ തെളിയിക്കാൻ വേറെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവ് സൗഖ്യമാക്കി കണ്ടപ്പോൾ ഇവിടെ നേരെയായതല്ല ഒരു വിഷയം. ശാപത്തിൽ നീ ഇത് ചെയ്തതില്ല, ഈ പ്രമാണത്തെ നീ എന്തിനാണ് ലംഘിച്ചത്? ദൈവത്തിന്. അപ്പൊ ന്യായപ്രമാണം നമ്മളെ വീണ്ടും അടിമകളാക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് സ്വാതന്ത്ര്യമാണ് ലഭിക്കുന്നത്. അത് ലഭിച്ചവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു, ഞാനിത് ചുമ്മാതൊന്നും ചെയ്തതല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരാണെന്നറിയാമോ? ഞാന് അബ്രഹാമിന്റെ സന്തതിയായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ഇവൾ ആരാണെന്നറിയാമോ? ഇവളും അബ്രഹാമിന്റെ സന്തതിപ്പെട്ടതാണ്. അബ്രഹാമിന്റെ മകളായ ഇവൾക്ക് സൗഖ്യം വരേണ്ടതല്ലയോ? ദൈവമക്കൾക്ക് രോഗസൗഖ്യം അവകാശമാണ്. ഇന്ന് പകല് ഏതെങ്കിലും ഡോക്ടർമാരോ വൈദ്യന്മാരോ തരുന്നതല്ല, ആരുടെയെങ്കിലും കൃപാവര പ്രവക്തന്മാരുടെ കൈവക്കൂട് കിട്ടുന്നത് മാത്രമാണ് വിചാരിക്കരുത്. പകരം ദൈവത്തിന്റെ അവകാശമാണ്. മകൾ എന്നുള്ളത് രക്ഷ. ഒരു മരത്തെ കയറി യേശുവിനെ കാണാനായിട്ട് ശ്രമിച്ചു. ഇറങ്ങി പാടാന്നു. അവന് ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. എന്റെ പേര് ശക്കായി. ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന്. അപ്പോൾ അബ്രഹാമിന്റെ സന്തതിക്ക് രോഗസൗഖ്യമുണ്ട്, അബ്രഹാമിന്റെ സന്തതിക്ക് രക്ഷയുണ്ട്. ശിലാപ്രവൃത്തിയിൽ വായിക്കുമ്പോൾ അബ്രഹാമിനെ ഏകനായിട്ട് വിളിച്ചു. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും സാറായിലേക്കും ഒക്കെ നിങ്ങൾ തിരിഞ്ഞു നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവനെ അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചു. അനുഗ്രഹവും വർദ്ധനവും അബ്രഹാമിന്റെ സന്തതികൾക്കുള്ളതാണ്. ഈ രാജ്യത്തു നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അവൻ സമ്പത്ത് വന്നിച്ചാൽ അതില് മനസ്സ് വയ്ക്കരുത്. ഇത് ദൈവം തന്നതാണ്, ദൈവത്തിന് വേണ്ടിയാണ് എന്ന് ചിന്തിപ്പാൻ ഇടയാകണം. അല്ലാതെ എനിക്ക് എന്റെ ഭാര്യയ്ക്കും മക്കൾക്കോ നാട്ടിൽ കുറച്ചുകൂടെ സൗകര്യങ്ങൾ ഉണ്ടാക്കാമെന്നൊക്കെ മാത്രം കരുതരുത്. അത് കരുതിക്കൂ. എന്നാൽ അതിനപ്പുറത്തായിട്ടുള്ള ചില ആത്മീക ലക്ഷ്യങ്ങൾ കൂടെ അതിൻ്റെ അകത്തുണ്ട്. ആ വർധനവിലേക്ക് ദൈവം നിങ്ങളെ നയിപ്പാൻ ഇടയാകട്ടെ. ഇനി അടുത്തത് ദാവീദിന്റെ പുത്രൻ എന്നുള്ള നിലയിലുള്ള കാര്യം കൂടെ ഒന്ന് തൊടുകുറിയായിട്ട് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് ദാവീദിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ? കർത്താവിന്റെ സ്തോത്രം. പഴയ നിയമത്തിലെ ക്രമം അനുസരിച്ച് പൗരോഹിത്യം ലേവി ഗോത്രത്തിനാണ്. കർത്താവിന്റെ സ്തോത്രം. പിന്നെ ലേവിയ പൗരോഹിത്യം യേശുക്രിസ്തു വന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ ലഭിക്കുകയാണ്. യേശുക്രിസ്തു വാസ്തവത്തിൽ ലേവി ഗോത്രത്തിൽ ജനിച്ചവൻ അല്ല, യഹൂദ ഗോത്രത്തിൽ ജനിച്ചവനാണ് കർത്താവായ യേശുക്രിസ്തു. ഈ പദവി വരുവാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ലേയ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഗർഭത്തെ തമ്പുരാൻ തുറക്കുകയും അവളിൽ നിന്ന് യഹൂദ എന്ന ഒരു മകൻ ജനിക്കുകയും അവനിൽ നിന്ന് ദാവീദ് ജനിക്കുകയും ദാവീദിന്റെ സന്തതിയായിട്ട് യേശുക്രിസ്തു ജനിക്കുകയും ചെയ്തു.
പഴയ നിയമമൊന്നും തള്ളിക്കളയരുത് കേട്ടോ. യേശു ക്രിസ്തുവിനെ തെളിയിക്കാൻ 100 ആയിരക്കണക്കിന് വാക്യങ്ങൾ അവിടെ കിടക്കുന്നത്. കർത്താവ് ഇതൊക്കെ ചുമ്മാ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ യേശു ക്രിസ്തു സ്തോത്രം ദാവീദ് പുത്രനാണ്. ദാവീദ് പുത്രൻ എന്ന് വിളിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അകത്തെ അർത്ഥം? എന്താണ്? ദാവീദ് ഇരുന്ന ആ സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കണം. അക്ഷരികമായി യേശുവിന് രാജാവായിട്ട് അങ്ങനെ ഒരു സിംഹാസനം ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചോ? ഇല്ല. യേശുവിനെ ക്രൂശിച്ച സമയത്ത് ഒരു എഴുത്തെഴുതി വെച്ചു. യഹൂദന്മാരിൽ ആർക്കോ തെറ്റുപറ്റിപ്പോയില്ല. യഹൂദന്മാരുടെ രാജാവൻ എഴുതി വെച്ചു. ഇച്ചിരി കഴിയുമ്പോൾ ബോധക്കേട് മാറിയപ്പോൾ പീലാത്തോസിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അയ്യോ തെറ്റിപ്പോയി, അങ്ങനെയല്ല എഴുതേണ്ടത്, ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞു എന്നാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. പീലാത്തോസ് പറഞ്ഞു, ആകെ ഗ്രാഫ് എഴുതിയത് എഴുതി, നീ മാറ്റുന്നില്ലല്ലോ. അപ്പോ വാസ്തവത്തിൽ യേശു മരിക്കുമ്പോൾ യഹൂദന്മാരുടെ രാജാവെന്നുള്ള ആ പദവിയിൽ തന്നെയാണ് മരിപ്പാനിടയായത്. ദൈവത്തിന്റെ പദ്ധതിക്ക് ഒന്നും തെറ്റുപറ്റത്തില്ല, മരിക്കുന്ന സമയത്താണെങ്കിൽ പോലും. അപ്പൊ ദാവീദിന്റെ സിംഹാസനം കയറിയോ? ഇല്ല. ദാവീദിന്റെ സിംഹാസനത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ കർത്താവായ യേശുവിനെ അവര് പീലാത്തോസ് പല കോടതികളിൽ മാറി മാറി വിസ്തരിച്ച് അവനെ ക്രൂശിച്ചു കൊല്ലുവാൻ തീരുമാനിക്കുക. അങ്ങനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെ യെരൂശലേമിന്റെ കിഴക്കേ വാതിൽ കൂടെയാണ് പുറത്തേക്ക് കടത്തിവിടുന്നത്. അങ്ങനെ അന്ന് പുറത്തെ വാതിൽ കൂടെ കടത്തിവിട്ടു, അത് അടച്ചു. അതിനുശേഷം നൂറ്റാണ്ടുകളായി ദൈവത്തിന് കർത്താവ് യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, അവിടുത്തെ സ്വർഗത്തിൽ പോവുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ വാതില്, കിഴക്കേ വാതില് അടഞ്ഞാണ് കിടക്കുന്നത്. ഇന്ന് ചെന്നാലും യെരൂശലേമിലെ കിഴക്കേ വാതില് അടഞ്ഞ. അതിപ്പോ യഹൂദന്റെ കയ്യിലല്ല, ആരുടെ കയ്യിലാണ്? അത് മുസ്ലിങ്ങളുടെ കയ്യിലാണ്. വാതിൽ തുറക്കാൻ ഒക്കത്തില്ല. അതിനൊക്കെ ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. അപ്പോ ഈ വാതില് അന്ന് പൂട്ടിയതാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് സഖറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതുമ്പോൾ അവന്റെ കാല് ഒരു മലയിൽ ചവിട്ടി. യേശുക്രിസ്തു വിശുദ്ധന്മാരുമായിട്ട് മടങ്ങി. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ 2 മുഖങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഒന്ന് രഹസ്യ വരവ്, അന്നാണ് മരിച്ച വിശുദ്ധന്മാരും ശേഷിക്കുന്ന വിശുദ്ധന്മാരും എല്ലാം കൂടെ ഉയർത്തെടുത്ത് അവരുമായിട്ട് 7 വർഷത്തെ സ്വർഗീയ വാസത്തിന് ശേഷം പ്രതിഫലങ്ങൾ വിഭാജിച്ചതിന് ശേഷം അവിടെ തന്നെ അങ്ങ് പറഞ്ഞേക്കാമെന്നല്ല, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടതിന് വേണ്ടി യേശു വിശുദ്ധന്മാരുമായിട്ട് മടങ്ങി വരിക. നിങ്ങൾ ആ വിശുദ്ധ ഗണത്തിൽ ഉൾപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് കർത്താവിനോടുകൂടെ മടങ്ങി വരാം. സ്തോത്രം. പിന്നെ നടക്കുന്ന ഒരു മഹായുദ്ധങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്ത് പങ്കാളിയാകാം. എന്നാൽ അതിനു മുമ്പ് 1000 വർഷം സുഖസമുദ്രമായ ഒരു ഭരണം. വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളെ നീ മരിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ കയ്യിൽ ഒരു ദിവസം 1000 സംവത്സരം 1000 സംവത്സരം ഒരു ദിവസം പോലെയാ. ഏറ്റവും കൂടുതൽ പ്രായം ജീവിച്ചിരുന്ന മെഥൂശല എത്ര കാലമേ ജീവിച്ചുള്ളൂ? 960. ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റിയില്ല. ദൈവത്തിന്റെ കണക്കിൽ ഒരു ദിവസം 1000 ദിവസമാണെങ്കിൽ യേശു രാജാവായിട്ട് ഒരു ദിവസത്തേക്കല്ല, ഒരു ദിവസത്തേക്ക് പ്രധാനമന്ത്രിയായി, ഒരു ദിവസത്തേക്ക് മന്ത്രിയായി എന്നൊക്കെ പറഞ്ഞ് പല ആളുകളുണ്ട്. റിട്ടയർ ചെയ്തതിന്റെ തലേ ദിവസം പ്രൊമോഷൻ കിട്ടിയിട്ട് ആർട്ടിയായിട്ട് റിട്ടയർ ചെയ്തു എന്ന് പറയുന്നത്. ഒരു ദിവസത്തേക്കല്ല, അവന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് 1000 ദിവസമാണ്. ആശ്ചര്യമായി മനുഷ്യന് നഷ്ടപ്പെട്ട ആ വർഷം തിരികെ തരാനാണ് യേശു മടങ്ങി വരാനാണ്. കാരണം സ്വതന്ത്രം ചെയ്ത് കടവിട്ടേക്ക് പോകത്തില്ല. കർത്താവ് മടങ്ങി വന്ന് അത് പൂർത്തിയാക്കും. അപ്പൊ യേശു മടങ്ങി വന്ന് ഈ സിംഹാസനത്തിൽ ഇരിക്കണമല്ലോ. അപ്പം വിശുദ്ധന്മാരുമായിട്ട് വന്ന് ഒരു ചാരിയോട്ടും അത് 2ആയിട്ട് പിളർന്നു മാറും. യഹോശാഫത്ത് എന്ന് പറഞ്ഞൊരു താഴ്വര അവിടെ ഉണ്ടാകും. കർത്താവും വിശുദ്ധന്മാരും എല്ലാം കൂടെ ചേർന്ന് അവിടെ ആ തോടും കടന്നിട്ട് നേരെ യെരൂശലേമിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ ഈ വാതിൽ എങ്ങനെ കിടക്കുക? അടഞ്ഞു കിടക്കുക. അവിടെ കാവൽക്കാരനും ഒക്കെ ഉണ്ട്. 24-ാമത്തെ സങ്കീർത്തനം. അവിടെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തി, പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പി, മഹത്വത്തിന്റെ രാജാവ് ശിരസിൽ മുൾക്കിരീടമണിഞ്ഞ്
നിണമണിഞ്ഞ കാൽപ്പാടുകളോടുകൂടെ ആമേ കണ്ടാൽ അറിയാത്ത വിധത്തിൽ കടന്നുപോയ യേശുക്രിസ്തു തിരിച്ചു വരുന്നത് ശിരസിൽ രാജമുടി ചൂടിക്കൊണ്ടാണ്. അവൻ രാജവസ്ത്രം ധരിച്ചുകൊണ്ടാണ്. അവൻ ഭരണത്തിനുള്ള കോൽ കയ്യിൽ പിടിച്ചുകൊണ്ടാണ്. അന്ന് അവൻ സ്തോത്രം അവന് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുത്തുകൊണ്ടാണ് മടങ്ങി വരുന്നത്. ഈ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുമ്പോൾ അവിടെ നിൽക്കുന്നവൻ ചോദിക്കുക, ആരാ വരുന്നത് പിടികിട്ടുന്നില്ല. അപ്പൊ ഇവിടെ നിന്ന് തിരിച്ചു വിളിച്ച് പറയാ, മഹത്വത്തിന്റെ രാജാവ് ആരാണെന്നോ, ബലവാനും വീരനുമായ സൈന്യങ്ങളുടെ യഹോവ തന്നെ, കർത്താവായ യേശുക്രിസ്തു തന്നെ. തുറക്കടാ വാതിൽ എന്ന് പറയും. അവൻ തുറക്കുകയല്ല, വാതിലുകൾ താനെ തുറക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അക്ഷരാർത്ഥത്തിൽ ഇന്ന് പകൽ അടയപ്പെട്ട അതിന്റെ മേൽ ഒരു ദൂതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്ന വിഷയങ്ങള്, വർഷങ്ങളായിട്ട് തുറക്കത്തില്ലെന്ന പിശാച് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദർഭങ്ങള്, ആരാധനയോടുള്ള ബന്ധത്തിലോ ആരോഗ്യത്തോടുള്ള ബന്ധത്തിലോ വിദ്യാഭ്യാസത്തോടോ ഭാവിയോടുള്ള ബന്ധത്തിലോ നടക്കത്തില്ലെന്ന് പറയുന്നതിന് അവൻ രാജാവായി നിങ്ങളുടെ ആകത്തു വാഴുവാനിടയായ കടലുകൾ താഴെ തുറക്കുകയാണ്. പുസ്തകം തുറപ്പാനും സ്തോത്രം അതിനെ പൂട്ടു പൊളിക്കാനും ഒക്കെ കഴിവുള്ളവന് ദാവീദിന്റെ താക്കോൽ കയ്യിൽ പിടിച്ചിട്ടുള്ളവൻ. ദാവീദ് പുത്ര എന്ന് പറയുമ്പോൾ നിസ്സാരമല്ല. അവൻ പ്രാപിപ്പാൻ കഴിയാത്ത സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഈ ഭൂമിയെ 1000 സംവത്സരം ഭരിച്ച് നാമും അവനോട് കൂടെ ചേർന്ന് ഭരിച്ച് അനന്തരമായി സംഭവങ്ങൾ ഉണ്ടായി അവൻ സകല ന്യായവിധികളും പൂർത്തിയാക്കിയിട്ട് നിത്യത മുഴുവനും നാം അവനോട് കൂടെ ഇരിപ്പാനായിട്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ആമേൻ. അബ്രഹാമിന്റെ മകൻ എന്ന് പറയുമ്പോൾ അബ്രഹാമിൽ കൂടെയുള്ള അനുഗ്രഹം യേശുക്രിസ്തുവിൽ വന്നിട്ട് അവന്റെ രോഗസൗഖ്യം, അവന്റെ രക്ഷ, അവന്റെ അനുഗ്രഹ സമൃദ്ധി ദൈവം തമ്പുരാൻ തരുവാനാണ് അവൻ ആ നാമത്തിൽ വരുവാൻ. ദാവീദിന്റെ പുത്രൻ എന്നുള്ള ആ പേര് അന്വർത്ഥമാക്കുവാൻ വേണ്ടി ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നവരെ ദാവീദിന്റെ മുളയിൽ നിന്ന് ഒരുവൻ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞെങ്കിലും ഈ ഭൂമിയിൽ യഹൂദൻ സമ്മതിച്ചില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നത് സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അവസാനം കുറിച്ചുകൊണ്ട് ഇവിടുത്തെ ലോക ഭരണങ്ങളെയെല്ലാം അവൻ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പകരം അവന്റെ സിംഹാസനം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. അവൻ വേഗം വരുവാൻ പോകുകയാണ്. ആ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുക്കത്തോടെയാണോ നിങ്ങൾ ദൈവസഭയായിരിക്കുന്നത്? അവനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ടോ? അവൻ യേശുവെ കർത്താവെ എന്ന് വിളിക്കുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥമെന്ന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കണം. സഹായിപ്പാൻ കഴിയാത്തവൻ അവന്റെ കരം കുറുതിയിട്ടില്ല. നമുക്ക് തുറക്കാൻ കഴിയാത്തത് ഒരു വാതിലും അടഞ്ഞിട്ടില്ല. നമുക്ക് മുമ്പായി തന്റെ ദൂതഗണങ്ങളെ അയച്ച് താമ്രക്കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഒടിച്ച് വാഗ്ദത്തങ്ങൾ നമ്മുടെ കൈവശത്തിലാക്കി തരുന്ന ആ കർത്താവിനെ സ്തുതിപ്പാൻ നമുക്ക് എന്താണ് മടി? വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നേതാ ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നേതാ ജയ